السلام عليكم ورحمة الله وبركاته. أيها الطلاب الأعزاء، نحن ندخل إلى الوحدة الرابعة، يعني الشعر في العصر العباسي. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ BA അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ അറബിക് കോർ പേപ്പറായ ഹിസ്റ്ററി ഓഫ് അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ 4ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. മർഹബൻ ബിക്കും ജമീഅൻ ഇലൽ വഹ്ദ അറാബിയ. ആദ്യം നമ്മൾ കഴിഞ്ഞ 3 യൂണിറ്റിലും ചെയ്തതുപോലെ തന്നെ എന്താണ് 4ാമത്തെ യൂണിറ്റിൻ്റെ കണ്ടന്റ് എന്ന് സിലബസ് പ്രകാരം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് ലിറ്റററി പേഴ്സൺസ് ഓഫ് അബ്ബാസിഡ് പീരീഡ്. അതിൽ അബു നുവാസ്, അബുൽ അത്താഹിയ, ബഷാർ ബിൻ ബുർദ്, മുത്തനബി, അബു തമാം, ബുഹ്തരി, അബുൽ അല അൽ മഅരി എന്നീ 1, 2, 3, 4, 5, 6, 7 പേരെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അസുറുൽ അബ്ബാസി ആരംഭിക്കുന്നത് 750 മുതൽ 1258 വരെയുള്ള കാലമാണ്. നീണ്ട 5 നൂറ്റാണ്ടിൽ കൂടുതൽ വർഷം അബ്ബാസികൾ ബഗ്ദാദ് തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്നു. പ്രമുഖരായ ഒരുപാട് ഭരണാധികാരികൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ഹിസ്റ്ററിയുടെ വശങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി അതിന് നേരെ നമ്മൾ സാഹിത്യത്തിലേക്ക്, നമ്മൾ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഹിസ്റ്ററി പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള ഹിസ്റ്ററിയാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിറ്ററേച്ചറാണ്, ലിറ്ററേച്ചർ ഹിസ്റ്ററിയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിറ്ററേച്ചറിൻ്റെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അബ്ബാസി കാലഘട്ടത്തിലെ പ്രത്യേകിച്ചും സാഹിത്യത്തിൻ്റെ, അതിലൊന്നുകൂടെ സ്പെസിഫൈ ചെയ്താൽ ഷെയറിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അബ്ബാസി കാലഘട്ടത്തിൽ 7 പേര് നമുക്ക് സിലബസിൽ നൽകിയത് 7 പേരും കവികൾ തന്നെയാണ്. അതിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നസറിൻ്റെ ഭാഗത്തായിട്ട് തിളങ്ങി നിന്നതായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ മുമയ്യിസാത്ത് അഷ്യാർ ഫിൽ അസുറുൽ അബ്ബാസി എന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. യഖ്തലിഫ് അഷ്യാർ അൽ അറബി ഫി ഹാദൽ അസുർ അനിൽ അസുർ അൽ അമവി മിസ്ല ഇഖ്തിലാഫിൽ അസുറൈൻ ഫിൽ അഹ്വാൽ അൽ ഇജ്തിമാഇയ വസിയാസിയ വൽ അദബിയ. സാഹിത്യപരമായ, രാഷ്ട്രീയപരമായ, സോഷ്യൽ അവസ്ഥകൾ 2 കാലഘട്ടവും അഥവാ അബ്ബാസിയും അമവിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് അറബി കവിതകൾക്കും ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ പറയാനുണ്ടായ കാരണം വഫിദ് ദൗലത്തിൽ അബ്ബാസിയ കാന ഷുഅറാ നുദമ ഉൽ ഖുലഫ. അബ്ബാസി കാലഘട്ടങ്ങളിലെ ഷാഇരീങ്ങൾ എന്ന് പറയുന്നത് നുദമ ഉൽ ഖുലഫ, ഖലീഫമാരുടെ ഓരം പറ്റി ജീവിച്ചിരുന്നവരായിരുന്നു. നദീം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നൊക്കെയാണ്. ഇപ്പൊ ഖലീഫമാരെ കൂട്ടുകൂടി അവരോടൊപ്പമായിരുന്നു മുഴുസമയവും അബ്ബാസി കവിമാർ ഉണ്ടായിരുന്നത്. വലഹും മൻസിബൻ ഖാസുൻ ഫിൽ ഖസ്ർ. കൊട്ടാരത്തിൽ അവർക്ക് പ്രത്യേകമായ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. വക്കാന അക്സർ ഷുഅറാ ബഗ്ദാദ് ഫി ഹാദൽ അസ്ർ മിനൽ മവാലി വഖദ് ഗലബു അലൽ അംർ ഫിൽ ലുഗത്തിൽ അറബിയ വ ആദാബിഹ. അതുകൊണ്ട് തന്നെ അവർ അറബി ഭാഷയിലും അതിൻ്റെ സാഹിത്യത്തിലും അവർ അറബികളെക്കാളും മികച്ചവരായിട്ട് അവർ മാറി എന്നുള്ളതാണ്. അത് പിന്നീട് വഅതു മആനിയൻ വഅഗ്റാദൻ ജദീദ ലിൽ അദബിൽ അറബി. നമ്മൾ നേരത്തെ പഠിച്ചതിനേക്കാൾ കൂടുതൽ ആശയങ്ങളും കൂടുതൽ ഗറളുകളും അറബി സാഹിത്യത്തിന് കൂടുതലായിട്ട് ഇവർ നൽകുകയുണ്ടായി. അങ്ങനെ ഓരോന്നിനെയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒന്ന് ത്വരീഖുൻ നദ്മ്, എന്താണ് അവരുടെ രചനയുടെ വഴി, രചനക്ക് അവർ സ്വീകരിച്ചിരുന്ന സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ ഹാവൽ ഷുഅറാഉൽ അബ്ബാസിയൂൻ അൻ യൻജു മിൻ ത്വരീഖത്തി ഷുഅറാഇൽ ജാഹിലിയ്യീൻ. ജാഹിലിയ കവിമാരുടെ വഴിയിൽ നിന്നും അവർ മാറി സഞ്ചരിച്ചു, അഥവാ അവർ ആ ഒരു ശൈലിയിൽ നിന്നും അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഹാവലു അൽ ഖുറൂജ് മിൻ തിൽക്കൽ ഖുയൂദ് അൽ ജാഹിലിയ. എന്നിട്ട് വൻ തഖദു മനാഹിജഹും ഫി തൻളീമി ഷിഅർ. കവിതാരചനയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൻഹജുകളെ അവർ വിമർശിച്ചു അല്ലെങ്കിൽ നിരൂപണം ചെയ്തു.
എന്നിട്ട് അവ്വലു മൻ തജറഅ അലാ നഖ്ദിഹാ മിനൽ ഉദബാ ഇബ്നു ഖുതൈബ ഫി കിതാബിഹി അശ്ശഅർ വശ്ശുഅറ. ഇബ്നു ഖുതൈബയാണ് ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഒരു നിരൂപണങ്ങൾ നടത്തിയ വ്യക്തി. അദ്ദേഹത്തിന്റെ കിതാബായ അശ്ശഅർ വശ്ശുഅറ എന്ന ഗ്രന്ഥത്തിലൂടെയായിരുന്നു അത് നടത്തിയത്. وأثر في أسلوبهم أسلوب الفرس الذي نقل إلى العربية من الشعر ومعناه. അറബിൻ ലോകം വ്യാപിക്കുകയും പല ദിക്കുകളിൽ അറബികൾ എത്തുകയും ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ആ ഉസ്ലൂബുൽ ഫർസ്, പേർഷ്യക്കാരുടെ ശൈലി അവരുടെ സാഹിത്യത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി. ഫക്തസബ ഷിഅറുൽ അറബി ഖയാലൻ ലത്തീഫൻ വസാദത്ത് ഫീഹി മആനി ജദീദ. അങ്ങനത്തെ ശൈലികൾ വന്നത് കൊണ്ട് തന്നെ അറബി സാഹിത്യത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഭാവനയും പ്രത്യേകമായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളും അറബി സാഹിത്യത്തിലേക്ക്, പ്രത്യേകിച്ച് കവിതയിലേക്ക് കടന്നു വന്നു. രണ്ടാമത്തെ പോയിന്റ് അൽ മആനി അൽ ജദീദ ബിത്തിസാഇൽ ഖയാൽ. ഇങ്ങനെ ഖയാല് വിശാലമായതോടുകൂടെ തന്നെ പുതിയ പുതിയ ആശയങ്ങൾ വരാൻ തുടങ്ങി. കാരണം പല പല രാജ്യങ്ങളുമായിട്ട് അറേബ്യൻ ജനത ബന്ധപ്പെടുകയും അവരുമായിട്ട് ഇടപഴകുകയും ഒപ്പം തന്നെ അവരുടെ അനുഭവങ്ങളും അവരുടെ ജീവിതശൈലിയും അവരുടെ കൾച്ചറൊക്കെ ഇവർ മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ അവരുടെ ഭാവനകൾ വിശാലമായി. സങ്കുചിത മനോഭാവത്തിൽ നിന്നും അവരുടെ ഭാവനകൾ വിശാലമായതോടുകൂടെ പുതിയ പുതിയ ആശയങ്ങൾ അറബി കവിതയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഇന്ന ഷെയറൽ ജാഹിലി മക്സൂറത്തുൻ അലൽ ബാദിയ. ആദ്യ കാലഘട്ടങ്ങളിൽ ബാദിയെ അഥവാ ഗ്രാമപ്രദേശങ്ങളിൽ ചുരുങ്ങിയതായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ഷെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വബിദാലിക നഖസ ഖയാലഹും വമആനിഹിം ഫിൽ ബാദിയ. അവരുടെ ഭാവനയും അവരുടെ ആശയങ്ങളും ബാദിയയിൽ തന്നെ ഒതുങ്ങിയതായിരുന്നു. വലാകിൻ ഫിൽ അസ്റിൽ അബ്ബാസി ഇൻതശറ നാസ് ഫിൽ അർദ്. ഭൂമി മുഴുവനായിട്ടും അബ്ബാസി കാലഘട്ടങ്ങളിൽ ജനങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി. ഫശാഅ ബൈനഹും അൽ ഹദാറ. വലിയ പ്രത്യേകമായിട്ടുള്ള ചില കൾച്ചറുകളൊക്കെ അവർക്കിടയിൽ വ്യാപിച്ചു. ഫത്തസഅ ഖയാലഹും. അങ്ങനെ അവരുടെ ഭാവനകൾ വിശാലമായി. വമആനിഹിം. അതുകൊണ്ട് തന്നെ ഭാവന വിശാലമായത് കൊണ്ട് തന്നെ അവരുടെ ആശയങ്ങളും പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരികയും ചെയ്തു. അതിൽ അൽ മആനി അൽ ജദീദ ബിൽ ഇഖ്തിബാസ് ലമ്മ തസഅൽ ഖയാൽ ബിൽ ഹദാറ വഹദസത് മആനി ജദീദ ബിദുഖൂലിൽ ഉലൂം അൽ ഖദീമ ഇല ലുഗത്തിൽ അറബിയ ഫസ്തആറ അൽ ഖുതബാ വൽ കുത്താബ് വശുഅറാ തആബീർ ഫൽസഫിയ ഫിഹാ അൽഫാദ് ഇൽമിയ. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഫിലോസഫിക് തഅബീറുകൾ, ഫിലോസഫിക് ടേമുകൾ, അതിൽ തന്നെ വൈജ്ഞാനികമായ പല പദങ്ങളും ഖതീബുമാരും കാത്തിബീങ്ങളും ഷാഇരീങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ മആനി ജദീദ വന്നു. അതൊക്കെ ബിൽ ഇഖ്തിബാസ്. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിൽ നിന്നും പിടിച്ചെടുക്കുക എന്നാ പറയാ. അൽ ഇഖ്തിബാസ് എന്ന് പറയുന്ന ബലാഗയിലെ ഒരു ടേം തന്നെയുണ്ട്. അഥവാ ഇഖ്തിബാസ് മിനൽ ഖുർആൻ, ഷൈഅൻ മിനൽ ഖുർആൻ ഔ ഷൈഅൻ മിനൽ ഹദീസ് എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് കവിതയോ അത് വെച്ചുകൊണ്ട് പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു കോട്ടിങ്ങോ ഇനി അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു എഴുത്തുകളോ നടത്തുന്നതിനാണ് ഇഖ്തിബാസ് എന്ന് പറയാം. ഇവിടുത്തെ മആനി അൽ ജദീദ ബിൽ ഇഖ്തിബാസ് എന്ന് പറയുന്നത് തആബീർ ഫൽസഫിയാണ്. ഫിലോസഫിക് ടേമുകളൊക്കെ ഇവരുടെ കവിതയിൽ കടന്നു വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ അൽ മുബാലഗ ഫിൽ മദ്ഹാൻ. മദ്ഹിൽ ഇവർ മുബാലഗത്ത് നടത്തി. മുബാലഗ എന്ന് പറഞ്ഞാൽ മികച്ചതാക്കുക, കൂടുതൽ പൊക്കി പറയുക. അതിനെയാണ് മുബാലഗത്ത് എന്ന് പറയാം, നന്നാക്കി പറയുക. ലം യുഫ്രിഖ് ഷിഅർ മിനൽ മദ്ഹ് ഫി അസ്രിൻ മിനൽ ഉസൂർ. ഒരു കാലഘട്ടത്തിലും മദ്ഹില്ലാത്ത ഒരു അഗ്റാദ്, ആ മദ്ഹില്ലാത്ത ഒരു കവിത ഉണ്ടായിരുന്നില്ല അഗ്റാദായിട്ട്. ലക്കിന്നഹു ഫിൽ ജാഹിലിയ ഖസീറുൻ വസ്ദഹറ ഫി അസ്റിൽ അബ്ബാസി. പറയപ്പെടുന്നത് അസ്റുൽ അബ്ബാസിയിലാണ് കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടും മദ്ഹ് ഉപയോഗിച്ചത്. ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റം കൂടെ, അഗ്റാദുകൾ കൂടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. അതിലൊന്നാണ് വസ്ഫുൽ ഖംർ വൽ ഗിൽമാൻ. കള്ളിനെയും കുട്ടികളെയും വർണ്ണിക്കുക. അതെന്താണെന്ന് ചോദിച്ചാൽ വസല വസ്ഫുൽ ഖംർ ഇല അഖ്സ മബ്ലഗിഹാ ഫി അസ്റിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടത്തിൽ കള്ളിനെ വർണ്ണിക്കുക അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിലെത്തി എന്നാണ്. അഖ്സ മബ്ലഗിഹ എന്ന് പറഞ്ഞാൽ
ഏറ്റവും മികച്ച മൂർധന്യാവസ്ഥയിൽ അവർ ഏറ്റവും ടോപ്പ് ലെവൽ തന്നെ വസ്ഫുൽ ഹംർ നടത്തി, അഥവാ കള്ളിനെ അവർ വിശേഷിപ്പിച്ചു. വൽ മഷ്ഹൂർ ഫിൽ വസ്ഫി ബൈനഹും, അതിലെ ഏറ്റവും പ്രശസ്തനായ, കള്ളിനെ വർണ്ണിക്കുന്നതിൽ ഏറ്റവും പ്രശസ്തനായ ആള് എന്ന് പറയുന്നത് ഷാഇർ എന്ന് പറയുന്ന ഷാഇർ അബൂ നുവാസ് ആണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. വലഹു ബിദഅത്ത് ആലാഫ് ബൈത്ത് ഫിഹ, അദ്ദേഹത്തിന് 1000 ചില്ലാനം വരികൾ കള്ളിനെ വർണ്ണിച്ച് അദ്ദേഹം പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് വസ്ഫുൽ ഗിൽമാൻ എന്ന് പറയുന്നത്. തഖദ്ദമത്ത് വസ്ഫുൽ ഗിൽമാൻ വനശ്രിഹ ഫി ഹാദൽ അസ്ർ, കുട്ടികളെ അഥവാ ചെറിയ ചെറിയ കുട്ടികളെ അവര് വസ്ഫ് ചെയ്യുക. വകുല്ലു ഷാഇരിൻ മിൻ ബഗ്ദാദ് സവാഅൻ ഫി ഹാദൻ നൗ വസ്തഹറു ബിഗുലാമിൻ, അവരൊക്കെ കുട്ടികളെ വർണ്ണിക്കുന്നതിൽ അവരെന്താക്കി, അവർ പ്രസിദ്ധരായി. യഅ്ശിഖൂഹു വയഅ്തസിലു ബിഹി, കുട്ടികളെ ഇഷ്ടപ്പെടുകയും കുട്ടികളുമായിട്ട് ശൃംഗരിക്കുകയും ചെയ്തിരുന്നു. വഫാഖ അബൂ നുവാസ് ഫിഹ, അതിലും മികച്ചു നിന്നത് അബൂ നുവാസ് ആയിരുന്നു. വഫി ദീവാനിഹി ബാബുൻ ഖാസുൻ ലിവസ്ഫിൽ ഗിൽമാൻ യുസമ്മാനഹു ഗസലുൽ മുദക്കർ, അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിൽ പ്രത്യേക ഒരു ബാബ് തന്നെ, വഫി ദീവാനിഹി ബാബുൻ ഖാസുൻ, ഒരു പ്രത്യേക ബാബ് തന്നെ നമുക്ക് കാണാം. ലിവസ്ഫിൽ ഗിൽമാൻ, ഗിൽമാനിനെ വസ്ഫ് ചെയ്തുകൊണ്ട്. യുസമ്മൂനഹു, അതിനെ പറയുന്നത് ഗസലുൽ മുദക്കിർ എന്നാണ്, ആ രൂപത്തിൽ. അപ്പോൾ മാഹുവ ഗസലുൽ മുദക്കിർ എന്ന് പറഞ്ഞാൽ വസ്ഫുൽ ഗിൽമാൻ ലിഷാഇർ ലി അബി നുവാസ്, അബൂ നുവാസിന്റെ കവിയായ അബൂ നുവാസിന്റെ ദീവാനിൽ പ്രത്യേകമായിട്ടും വസ്ഫുൽ ഗിൽമാനിനെ കുറിച്ച് പറയുന്ന ഭാഗത്തിന്റെ പേരാണ് ഗസലുൽ മുദക്കിർ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഷഅറുൽ മുജൂനിയാണ്. ഇതും ഒരു തരം വസ്ഫുൽ ഗിൽമാൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഇനി അല്ലെങ്കിൽ കൂടുതൽ കള്ളിനെയും അതേപോലെ ഗിൽമാനിനെയും ജാരിയത്തിനെയൊക്കെ എന്താ പറയാ, കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രംഗത്തെയാണ് അശ്ശറുൽ മുജൂനി എന്ന് പറയാം. കസുറ അസ്ബാബ് അൽ ലഹവ് ഫി ഹാദൽ അസ്ർ, ലഹുവിന്റെ ഒരു ഇനത്തിലാണ്, അഥവാ എൻജോയ്മെന്റിന്റെ അല്ലെങ്കിൽ രസങ്ങളുടെ ഒരു ഇനമായിരുന്നു ഇത്. അതിന്റെ കാരണങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായിരുന്നു. കാരണം ഇത്തിസാ ഇമ്രാൻ ദൗല, ആ രാഷ്ട്രം വളരെ വിശാലമായിട്ട് തന്നെ നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ വമാലു ഇലൽ ഖംർ, അവർ കള്ളിലേക്കും വൽ ജവാരി, അടിമകളിലേക്കും വൽ ഗിൽമാൻ, കുട്ടികളിലേക്കും അവർ ചാഞ്ഞു, അല്ലെങ്കിൽ അതിലേക്ക് അവരുടെ മനസ്സ് പോയി. വത്വാഇഫത്തും മിന ശുഅറാ നളമു ഷഅറൻ മജൂനൻ വഫാഹിഷൻ വഅമാമഹും അബൂ നുവാസ്, അതിലും അബൂ നുവാസ് തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും തലപ്പത്തുണ്ടായിരുന്നത്. വഹും യുമസ്സിലൂനൽ ആദാബ് അൽ ഇജ്തിമാഇ മിനൻ നാസ് ഫീ ദാലിക്കൽ അസ്ർ, ഒപ്പം തന്നെ അവർ എന്താ പറയാ, സോഷ്യലായിട്ടുള്ള കുറെ ലിറ്ററേച്ചറിനെ അവർ ജനങ്ങളിൽ നിന്നും അവർ അതിനെ ചിത്രീകരിച്ചു. വശുഅറ ഉൻവാനു ആദാബ് അൽ ഉമ്മ ഔ മിസാൽ യദുല്ലു അലൈഹ, അതുകൊണ്ട് തന്നെ കവികൾ എന്ന് പറയുന്നത് ഉൻവാനു ആദാബുൽ ഉമ്മ ഔ മിസാലു യദുല്ലു അലൈഹ, ആ രൂപത്തിൽ അവർ ഷഅറുൽ മുജൂനി എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നെ കൊണ്ടുവന്നു. പിന്നെ പറയാനുള്ളത് വസ്ഫുർ റിയാദ് വൽ അസ്ഹാർ, പൂന്തോട്ടങ്ങളെയും പുഷ്പങ്ങളെയും അവർ വർണ്ണിച്ചു, വിശേഷിപ്പിച്ചു എന്നുള്ളതാണ്. തവസ്സഉ ഫി ഹാദൽ അസ്ർ ഫി വസ്ഫുർ റിയാദ് വൽ അസ്ഹാർ, അതിൽ വിശാലമായിട്ട് അവർ സഞ്ചരിച്ചു. വശുഅറാ അല്ലദീന ജാലു ഫി അൻഹാഇ ദൗലത്തിൽ ഇസ്ലാമിയ മിസ്ല അൽ ഇറാഖ് വശാം, ഷാം ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഈ കാലഘട്ടത്തിലെ കവിമാർ ചുറ്റി സഞ്ചരിച്ചു. എന്നിട്ട് അവർ യറഔ ബസാതീനൻ ജമീല, ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ അവർ കണ്ടു. അസ്ഹാർ മുഖ്തലിഫ, വ്യത്യസ്തമായ പുഷ്പങ്ങൾ അവർ കണ്ടു. അങ്ങനെ വസാറു അഅജബീന ബി അൽവാനിൽ അസ്ഹാർ വ ജമാലിഹ, പുഷ്പങ്ങളുടെ ഭംഗിയും അതിന്റെ കളറും അതിന്റെ നിറങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നി. അതുകൊണ്ട് തന്നെ വവസഫൂഹ ഫി അശ്ആരിഹിം മിസ്ല അബൂ നുവാസ് വ അബൂ തമാം, അബൂ നുവാസിനെ പോലെയുള്ള അബൂ തമാമിനെ പോലെയുള്ള കവികൾ അതിനെക്കുറിച്ചുള്ള കവിതകൾ ചൊല്ലി. വഫാഖ ഫി ഹാദൻ നൗ മിന അശ്ശഅർ, ഷഅറിലാണ് ഇവർ രണ്ടുപേരും, ഈ ഇനത്തിലാണ് അവർ ഏറ്റവും മികച്ചു നിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അബൂ നുവാസും അബൂ തമാമുമാണ് വസ്ഫുർ റിയാദ് വൽ അസ്ഹാർ. അപ്പോൾ നേരത്തെ നമ്മൾ കാണാത്ത ചില ഐറ്റംസ് കവിതകളിൽ ജാഹിലിയ കാലഘട്ടത്തിലോ അമവിയിലോ ഇസ്ലാമിലോ കാണാത്ത ഒന്ന്
ഈ കാലഘട്ടത്തിലേക്ക് വരികയും അന്നുണ്ടായിരുന്ന മദ്ഹ് ഈ കാലഘട്ടത്തിൽ മൂർധന്യാവസ്ഥയിലെത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ കാലഘട്ടത്തിലെ കവിതയെക്കുറിച്ച് പ്രത്യേകമായിട്ടും പറയാനുള്ളത്. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേരത്തെ സിലബസിൽ പറഞ്ഞ ഓരോ വ്യക്തികളിലേക്കും നമുക്ക് പോകാം. അതിൽ ഒന്നാമത്തതാണ് ബഷാർ ബിൻ ബുർദ് എന്നാണ് പേര്. 714 രണ്ട് ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എളുപ്പമുള്ളത് മനസ്സിലാക്കി വെക്കുക. 714 ജനിച്ചു, 783 അദ്ദേഹം മരണപ്പെട്ടു. ബഷാർ ബിൻ ബുർദ് ബിൻ യർജൂഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വുലിദ ബിൽ ബസറ, ബസറയിലാണ് അദ്ദേഹം ജനിച്ചത്. ലഖബുഹു അൽ മുറഇസ്, മുറഇസ് എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ ഇസ്മു ലഖബ്, വിളിപ്പേര് എന്ന് നമുക്ക് പറയാം. ബി അന്ന ഫി ഉദുനൈഹി റോസത്തുൻ, ഒരു റോസത്ത് എന്ന് പറഞ്ഞ ഒരു റിങ് അദ്ദേഹത്തിന്റെ ചെവിയിൽ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ മുറഇസ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അസ്ലു അബീഹി മിൻ ഫർസ്, പേർഷ്യയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ തറവാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം അസ്ലു എന്ന് പറയുന്നത്. നശഅ ബഷാർ ഫി ഖബീലത്ത് ബനി ഉഖൈൽ എന്ന് പറയുന്ന ബനു ഉഖൈൽ ഗോത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്, വളർന്നത്. കാന മോലി അൻ ബി സിയാറത്തിൽ അറാബ് ഫി ബാദിയത്തിൽ ബസറ, ആ കാലഘട്ടത്തിൽ ബസറയുടെ താഴ്വാരത്ത് അദ്ദേഹം അറബികളെ സന്ദർശിക്കുന്നതിൽ മുഴുകി. ഖദ് തഅസ്സറത് ഹാദിഹി ഫി ഫസാഹത്തി ലുഗത്തിഹി ഹത്താ സാറ ശിഅറഹു മർജിഉൻ നഹാത്ത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ ലുഗത്തിന്റെ ഫസാഹത്ത്, ഭാഷയുടെ സ്ഫുടത മികച്ചു നിന്നതായിട്ട് നമുക്ക് കാണാം. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ സ്വാറ ശിഅറഹു മർജിഉൻ നഹാത്ത്, ഗ്രാമർ പണ്ഡിതന്മാരുടെ അവലംബമായിട്ട് അദ്ദേഹത്തിന്റെ കവിതകൾ മാറി എന്നുള്ളതാണ് സത്യം. അഥവാ ഗ്രാമർ പറയുമ്പോൾ ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന്റെ കവിതകൾ ആ പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്നു. അത്രത്തോളം അദ്ദേഹത്തിന്റെ കവിതയിൽ, ഭാഷയിൽ ഫസാഹത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. വസാറ ഷാഇറൻ മഷ്ഹൂറൻ ബൈനഹും, അവർക്കിടയിലെ പ്രസിദ്ധനായ ഒരു കവിയായിട്ട് അദ്ദേഹം മാറി. വബദഅ മദ്ഹുൽ ഖുലഫാഇ വൽ ഉമറാ വകസ്ബുൽ മാൽ ബിശഅരിഹി, അങ്ങനെ അദ്ദേഹം ഖുലഫാകളെയും അമീറന്മാരെയും അദ്ദേഹം സ്തുതിച്ചു അല്ലെങ്കിൽ മദ്ഹ് ചെയ്തു. അങ്ങനെ വകസബൽ മാൽ ബിശഅരിഹി, തന്റെ കവിത കൊണ്ട് അദ്ദേഹം സമ്പാദ്യം നടത്തുകയും ചെയ്തു. വആശ ളിലാല ശിഅർ ബിഖുദ്റതിഹി, അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് തന്നെ ഷെറിന്റെ തണലിൽ അദ്ദേഹം ജീവിച്ചു. അഥവാ ഷെർ പാടിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുകൾ ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ആ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതം മുന്നോട്ട് നയിച്ചു. വഖദ് തഅറള നിസാഇ ലിൽ വസ്ഫ്, ചില സ്ത്രീകൾ അദ്ദേഹത്തിന്റെ കവിതയിൽ വിശേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. വഖദ് തഅറള നിസാ, സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തഅറള എന്ന് പറഞ്ഞാൽ ശരിക്ക് ഭാഗവാക്കാകിയിട്ടുണ്ട് എന്നാണ്. ലിൽ വസ്ഫിൽ ഫാഹിഷ്, വളരെ മോശമായ വസ്ഫിൽ, മോശമായിട്ട് സ്ത്രീകളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹത്താ തമന്ന നാസ് മൗതഹു, അത് കേട്ടപ്പോൾ ജനങ്ങളൊക്കെ അദ്ദേഹം മരിച്ചിരുന്നുവെങ്കിൽ, അത്രമാത്രം മോശമായ രൂപത്തിൽ സ്ത്രീകളെ വർണ്ണിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം ഫാഹിഷായിട്ട്, മോശമായിട്ട് അവർ സ്ത്രീകളെ വർണ്ണിച്ചു എന്നുള്ളതാണ്. വഖദ് മദഹൽ ഖലീഫത്തുൽ മഹ്ദി, മഹ്ദി എന്ന് പറയുന്ന ഖലീഫയെ അദ്ദേഹം സ്തുതിച്ചു. മറത്തൻ, ഒരു വട്ടം. ഫലം യുഅ്തിഹിൽ ഖലീഫ, പക്ഷെ ഖലീഫ അദ്ദേഹത്തെ മദ്ഹ് ചെയ്തത് കാരണത്താൽ ഒന്നും തന്നെ കൊടുത്തില്ല. ഷൈഅൻ, ഒന്നും. ഫഹജ ഷാഇർ അൽ ഖലീഫ, പിന്നീട് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അമർ അൽ ഖലീഫ ബിശുർത്തത്തിഹി, തന്റെ സൈന്യത്തോടെ മഹ്ദി എന്ന് പറയുന്ന ഖലീഫ കൽപ്പിച്ചു അൻ യളിരിബഹു, അദ്ദേഹത്തെ അടിക്കാൻ. ഫളറബ ഹത്താ മാത, അങ്ങനെ അദ്ദേഹം അടികൊണ്ട് മരണപ്പെടുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഇവിടെ പറഞ്ഞു പോകുന്നില്ല, വളരെ പ്രധാനപ്പെട്ടത് മാത്രം പറയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത കാന ആമ, അദ്ദേഹം അന്ധനായിരുന്നു. വലാകിൻ കാന യുശബ്ബിഹുൽ അഷ്യാ ജയ്യിദൻ, ഓരോ വസ്തുക്കളെയും അദ്ദേഹം സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് കാഴ്ച ഉള്ള ആള് എങ്ങനെയാണോ ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു, ജയ്യിദായിട്ടായിരുന്നു. വകാന ലഖീമൻ ബിജിസ്മിഹി, തടി കുറച്ച് കൂടുതലായിരുന്നു. വഖബീഹൻ ബിമൻദരിഹി, കാഴ്ചയിൽ വളരെ ഒരു വിരൂപമായൊരു ഒരു കാഴ്ച, ഒരു രൂപമായിരുന്നു. വദക്കിയൻ വസ്വാദിഖൻ, ബുദ്ധിയുള്ള ആളായിരുന്നു. സ്വാദിഖൻ, സത്യസന്ധവാനായിരുന്നു.
മുഹിബുൽ മുജൂൻ, കുട്ടികളെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. വഷുർബൽ ഖംർ, കള്ളുകുടിയെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. വക്കാന മുലഹിദൻ ഫിൽ ഈമാൻ, പക്ഷേ അദ്ദേഹം വിശ്വാസത്തിൽ നിരീശ്വരവാദിയായിരുന്നു, മുലഹിദായിരുന്നു എന്നും പറയപ്പെടുന്നു. എന്താണ് ഇവിടെ മുലഹിദ് എന്ന് പറയാൻ കാരണം? വക്കാന യുസഹിഹു റഅയൽ ഇബ്ലീസ്, ഇബ്ലീസിന്റെ അഭിപ്രായത്തെ അദ്ദേഹം ശരിവെക്കുകയാണ്. ഫി ഖൽഖിൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ. ഫി തഖ്ദീമിൻ നാർ അല തീൻ, മണ്ണിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് തീയിനാണ് എന്ന് ഇബ്ലീസിന്റെ, അതുകൊണ്ടാണല്ലോ ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാതെ പോയത്. ആ ഒരു അഭിപ്രായത്തെ ഇദ്ദേഹം ശരിവെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുലഹിദ് എന്ന് പല ആളുകളും വിളിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതാണ് ബഷാർ ബിൻ ബുർദ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് അബൂ നുവാസിലേക്ക് പോകാം. ഇത് ഒരു PDF ഫയല് അങ്ങനെ തന്നെ പവർ പോയിന്റിലേക്ക് ഇട്ടതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിവിശാലമായ രൂപത്തിൽ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കുമെങ്കിലും നിങ്ങൾ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തത് അബൂ നുവാസാണ്. അദ്ദേഹം ജനിക്കുന്നത് 762-ൽ, 815-ൽ അദ്ദേഹം മരണപ്പെടുന്നു. ഹുവ അൽ ഹസൻ ബിൻ ഹാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അൽ ഹസൻ ബിൻ ഹാനി ഇബ്ൻ അബ്ദുൽ അവൽ അൽ ഹിക്കമി. അത് മുഴുവനും പഠിച്ചില്ലെങ്കിലും അൽ ഹസൻ ബിൻ ഹാനി എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം അബൂ നുവാസ് എന്നത് കുഞ്ഞത്താലമാണ്. വക്കാന കുഞ്ഞത്തുഹു അബൂ നുവാസ്, വിളിച്ചു പോരുന്നത്, വിളിപ്പേര് എന്ന് പറയുന്നത് അബൂ നുവാസ് ആണ്. അപ്പൊ ബഷാർ ബിൻ ബുർദിനെ അവിടെ വിളിച്ചിരുന്നത് അൽ മുറാഖിസ് എന്നാണ്. അത് ശരിക്ക് ഇസ്മ ലഖബ് എന്നതിന് പറയാം, അഥവാ നമ്മൾ ലഖബലം എന്ന് പറയും. നമുക്ക് വിളിപ്പേരുകൾ പലതായിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ ആ അർത്ഥത്തിൽ ഇവിടെ കുഞ്ഞത്ത് അലം എന്ന് പറയുന്നത് അബൂ നുവാസ്, അദ്ദേഹത്തെ സ്ഥിരമായിട്ട് വിളിച്ചു പോന്നിരുന്നത് അബൂ നുവാസ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അൽ ഹസൻ ബിൻ ഹാനി എന്നായിരുന്നു യഥാർത്ഥ പേര്. വലിദ ബി ഖറവിയത്ത് അൽ അഹ്വാസ് വനഖല ഇലൽ ബസ്റ വനശഅ ബിഹ, അദ്ദേഹം അൽ അഹ്വാസ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് ബസ്റയിലേക്ക് പോയി ബസ്റയിൽ വളരുകയും ചെയ്തു. വനശഅ ബിഹ എന്ന് പറഞ്ഞാൽ ബസ്റയിലാണ് അദ്ദേഹം ജീവിച്ചത്. സുമ്മ ഇന്തഖല ഇലാ ബഗ്ദാദ് വതുവഫി ഫിഹ, പിന്നീട് ബഗ്ദാദിലേക്ക് പോയി മരണം വരെ അവിടെ ജീവിച്ചു. വക്കാന അബൂഹു, അദ്ദേഹത്തിന്റെ പിതാവ് മിൻ ജുന്ദി മർവാൻ ബിൻ മുഹമ്മദ്, മർവാൻ ബിൻ മുഹമ്മദിന്റെ, മർവാൻ അഥവാ അബ്ബാസി ഖലീഫയായ മർവാനിന്റെ സൈന്യത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ആഖിറു ഖുലഫ ബനി ഉമയ്യ, ബനു ഉമയ്യ ഖലീഫ, ഞാൻ അബ്ബാസി എന്നാണ് പറഞ്ഞത്, അത് മാറ്റുക. ബനു ഉമയ്യ അവസാനത്തെ അമവി ഖലീഫയായിരുന്ന മർവാൻ ബിൻ മുഹമ്മദിന്റെ സൈന്യത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ലമ്മ തുവഫി അബൂഹു ലം യജിദ് അബൂ നുവാസ് മിൻ കഫ്ലിഹി, അദ്ദേഹം പിതാവ് മരണപ്പെട്ടപ്പോൾ സംരക്ഷണം എവിടെ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഫൽതജായില അത്വാർ, ഒരു അത്തറ വിൽപ്പനക്കാരന്റെ അടുക്കിലേക്ക് അഭയം തേടുകയും യസ്തഗിലു ഇൻദഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ജോലി ചെയ്യുകയും ചെയ്തു അദ്ദേഹം. അപ്പോൾ എവിടെ നിന്നും സംരക്ഷണം പിതാവിന്റെ മരണത്തിന് ശേഷം കിട്ടാതായപ്പോൾ അദ്ദേഹം ഒരു അത്തർ കച്ചവടക്കാരന്റെ അടുക്കലേക്ക് ജോലി തേടി അവിടെ ജീവിക്കുകയാണ് ഉണ്ടായത്. വക്കാന മൂലിഅൻ ബിൽ ഇൽമി വമുഹിബ്ബൻ ബിൽ അശാർ, കവിതകളെയും ഇൽമിനെയും അദ്ദേഹം ഇഷ്ടപ്പെടുകയും അതിൽ വ്യാപൃതനാവുകയും ചെയ്തിരുന്നു. മൂലിഅൻ എന്ന് പറഞ്ഞാൽ അങ്ങ് ആഴത്തിൽ വ്യാപൃതനാവുക എന്നാണ്. അതിനെ ഇഷ്ടപ്പെടുക, അതിൽ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് അതിനെ സ്വായത്തമാക്കാൻ ശ്രമിക്കുക. അതാണ് കാന മൂലിഅൻ ബിൽ ഇൽമി വമുഹിബ്ബൻ ബിൽ അശാർ എന്ന് പറയുന്നത്. വഖദ് കാന യസൂറു അന്ദിയത്തൽ ഉബ്ദബാ, അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അത്തറ വിൽപ്പനക്കാരന്റെ ഒരു സഹായിയായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും വക്കാന യസൂർ, അദ്ദേഹം സന്ദർശിക്കുമായിരുന്നു അന്ദിയത്തൽ ഉദബ, നാദി ജംഅ അന്ദിയത്താണ്, സാഹിത്യ സംഗമങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ ക്ലബ്ബുകൾ, വൽ ഉലമ, പണ്ഡിതന്മാരുടെ സദസ്സുകൾ ഒക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കും. കാരണം അദ്ദേഹം മൂലിഅൻ ബിൽ ഇൽമി വ മുഹിബ്ബൻ ബിൽ അശാർ ആയിരുന്നു. എന്നിട്ട് യഹ്ലിറു ഹിവാർ അശ്വാറ, അദ്ദേഹം ഇവരുടെ സംഭാഷണങ്ങളിലൊക്കെ ഹിവാറുകളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കും.
വഖദ് സമിയ അൻ ഷുഹ്റത്തി വാലിബ ഇബ്നു ഹബ്ബാബ്. വാലിബ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ പ്രശസ്തിയെക്കുറിച്ച് കേൾക്കുകയും അഹബ്ബ അൻ യത്തസില ബിഹി, അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അദ്ദേഹം ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ മറ വാലിബ ഇബ്നു അൽ ഹബ്ബാബ് അല അബി നുവാസ്, അബി നുവാസിന്റെ അടുക്കലൂടെ വാലിബ ഇബ്നു ഹബ്ബാബ് എന്ന് പറയുന്ന ആള് നടന്നു പോവുകയും ബൈനമാക്കാന യസ്തരി അൽ അത്തർ വഅതറഫ വാലിബ ഖുദ്റത അബി നുവാസ് വദകഅഹു. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും അത്തർ വാങ്ങുന്ന സമയത്ത് സംസാരിച്ചപ്പോൾ വാലിബ അബൂനുവാസിന്റെ കഴിവിനെ തിരിച്ചറിയുകയാണ്. വഅതറഫ എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചറിയുന്നു. അബൂനുവാസ് വാലിബ ഖുദ്റത അബി നുവാസ് വദകഅഹു. ഫറഹല അബൂനുവാസ് മഅഹു. അതോടുകൂടെ വാലിബയോടൊപ്പം യാത്ര പോവുകയാണ് അബൂനുവാസ്. വസാഹിബഹു വഖദിമ ബഗ്ദാദ്. അങ്ങനെയാണ് അദ്ദേഹം വാലിബയോടൊപ്പം ബഗ്ദാദ് എത്തുന്നു. വസഹിബ ഹുനാക ശുഅറാ വദറസ അലൽ ഉലമാ ഹത്താ അസ്ബഹ ശാഇറൻ മഅറൂഫൻ ഫി അസ്രിഹി. ബഗ്ദാദിൽ എത്തിയപ്പോൾ അദ്ദേഹം അവിടുത്തെ പണ്ഡിതന്മാരോടൊപ്പം കൂട്ടുകൂടുന്നു, കവിമാരോടൊപ്പം കൂട്ടുകൂടുന്നു. അങ്ങനെ വലിയൊരു കവിയായിട്ട് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു ഷാഇറായിട്ട് അദ്ദേഹം മാറുകയാണ്. ബലഗ ശുഹ്റതഹു ഇലാ ഹാറൂൻ റഷീദ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശസ്തി ആ കാലഘട്ടത്തിലെ രാജാവായ ഖലീഫയായ ഹാറൂൻ റഷീദിന്റെ അടുക്കലേക്ക് എത്തുന്നു. വമദഹ അബൂ നുവാസ് അൽ ഖലീഫ. ഖലീഫയെ അദ്ദേഹം മദ്ഹ് ചെയ്യുന്നു. വഖബ്ല മൗതിഹി. പക്ഷെ അവസാനം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സുജ്ജിന, അദ്ദേഹം ജയിലിൽ അടക്കപ്പെടുന്നു. വമാത അഖിബ ഇത്ലാഖിഹി. ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം അഥവാ മരണപ്പെടുകയാണ്. ജയിൽ മോചിതനാകുന്നതിന് മുമ്പ് അതിന്റെ ഉടനെ അഖിബ ഇത്ലാഖഹു എന്ന് പറഞ്ഞാൽ ജയിൽ മോചിതനായ ഉടനെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. സിഫാത്തുഹു വ അഖ്ലാഖുഹു. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് ചോദിച്ചാൽ കാന അബൂ നുവാസ് ജമീലൻ. അദ്ദേഹം വളരെ ഭംഗിയുള്ള സ്റ്റൈലൻ ഒരു വ്യക്തിയായിരുന്നു. വലയ്യനൻ, വളരെ സോഫ്റ്റ് ആയ ഒരു മനുഷ്യനായിരുന്നു. വഹദീസുഹു ഹുലുവൻ. മധുരമായി സംസാരിക്കുന്ന ആൾ. യുജദ്ദിബ് അസ്സാമയിലേഹി. കേൾക്കുന്ന ആളുകൾക്ക് ഒരു ആകർഷണീയത അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നു. വക്കാന ദക്കിയൻ ഹാത്തൻ. വളരെ ബുദ്ധികൂർമ്മതയുള്ള ഒരു മനുഷ്യൻ. മുഹിബ്ബ് ബിഷുർബിൽ ഖംർ. കള്ളുകൂടി ഇഷ്ടപ്പെട്ട ആള്. ഫിഹിൽ ഗസൽ വൽ ഹസൽ. അദ്ദേഹം അതിലെ ഗസലിനെയും ഹസലിനെയും, എൻജോയ്മെന്റിനെയും ശൃംഗാരത്തെയും അദ്ദേഹം കള്ളുകുടിയിൽ കണ്ടെത്തി. ലഹു മഅശ്വറായി മുനാഖലാത്തുൻ കസീറ. ഒപ്പം തന്നെ അദ്ദേഹം ശായര്യങ്ങളുമായിട്ട് ഒരുപാട് സംവാദങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. മീസത്ത് ഷിഅറഹു. അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഖദ് തനാവല കുല്ലൽ അഗ്റാദ് മിനശ്ശിഅർ. കവിതയിൽ എല്ലാ ഗറളുകളെയും അദ്ദേഹം ഉപയോഗിച്ചു തന്റെ കവിതയിൽ. ലാകിൻ ഷിഅറഹു ഫിൽ മദ്ഹ് ഖലീൽ. പക്ഷെ അദ്ദേഹം മദ്ഹിൽ വളരെ കുറഞ്ഞ കവിതകൾ മാത്രമേ ചൊല്ലിയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാ ഗറളുകളും അദ്ദേഹം ഉപയോഗിച്ചെങ്കിലും അദ്ദേഹം കവിതയിൽ മദ്ഹ് വളരെ കുറഞ്ഞതായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വബ്തദ ഫി ശിഅർ ഗറളൻ ജദീദൻ കവസ്ഫുൽ ഖംർ. പുതിയ ഗറളുകൾ അദ്ദേഹം കൊണ്ടുവന്നു. വസ്ഫുൽ ഖംർ പോലെ, ഗസുലുൽ ഗിൽമാനെ പോലെ. നമ്മൾ മേലെ അത് പറഞ്ഞു. മിൻ അഗ്റാദിൽ ഹയാത്തിൽ ഹദരിയ. ആ കാലഘട്ടത്തിൽ അവരുടെ നാഗരികമായ ജീവിതത്തിലെ ഗറളുകളാണത്. അങ്ങനത്തെ ഗറളുകളൊക്കെ വസ്ഫുൽ ഖംർ, ഗസുലുൽ ഗിൽമാൻ പോലെയുള്ള ജദീദായിട്ടുള്ള ഗറളുകൾ അദ്ദേഹം കൊണ്ടുവന്നു. വഹുവ മുംതാസുൻ ഫി കുല്ലി മിന ശുഅറാഇൽ മുആസിരീന ബിസ്സുദ്ഖിഹി ഫി തസ്വീർ ഖൽഖിഹി വബിഅത്തിഹി. അദ്ദേഹത്തിന്റെ പ്രകൃതി സൗന്ദര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളെയും അദ്ദേഹം ചിത്രീകരിച്ചത് ബിസ്സുദ്ഖത്തിന്, സത്യസന്ധമായിട്ടായിരുന്നു. ഒന്നും കെട്ടി ചമച്ചു കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. വബിസ്വറാഹത്തി ഫി ഖൗലിഹി. അദ്ദേഹത്തിന്റെ വാക്കിൽ വളരെ വ്യക്തത ഉണ്ടായിരുന്നു. വഖദ് ഖീല. പറയപ്പെടുന്നത് ലൗ സമിഅ അഹദുൻ അൻ വസ്ഫിൽ ഖംർ ഫി ശഅരിഹി ലഹാജറ ഇലൈഹ വഅകിഫ അലൈഹ. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അദ്ദേഹത്തിന്റെ എത്രമാത്രം പച്ചയായിട്ടാണ് ഓരോന്നിനെയും വിശേഷിപ്പിച്ചത്, വർണ്ണിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വാക്ക് തന്നെ മാത്രം ധാരാളം. ലൗ സമിഅ അഹദുൻ. ആരെങ്കിലും കേട്ടാൽ, അൻ വസ്ഫിൽ ഖംർ. കള്ളിനെ വർണ്ണിക്കുന്ന
കാര്യം ഫി ഷഅരിഹി ഇദ്ദേഹത്തിന്റെ കവിതയിൽ കള്ളിനെ വർണ്ണിക്കുന്നത് ആരെങ്കിലും കേട്ടാൽ ലഹാജറ ഇലൈഹ ആ വ്യക്തി എന്തായിട്ട് മാറും? കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു, ഹിജറ ചെയ്യുമായിരുന്നു. വാക്കിഫ അലൈഹ എന്നിട്ട് കള്ള് കുടിക്കുന്നതിൽ വ്യാപൃതനാവുകയും ചെയ്യുമായിരുന്നു. അത്രമാത്രം ആകർഷണീയമായ രൂപത്തിൽ അദ്ദേഹം കള്ളിനെ വർണ്ണിച്ചു. ആ വർണ്ണന കേട്ടാൽ കുടിക്കാത്തവൻ പോലും കുടിക്കും, അതിൽ തന്നെ വ്യാപൃതനാവുകയും ചെയ്യും. വഹുവ യുഅദ് അദ്ദേഹം എണ്ണപ്പെടുന്നത്, കണക്കാക്കപ്പെടുന്നത് സാനി ബഷാർ സെക്കൻഡ് എന്ന പേരിലാണ്. ഫി അൽഫാദിഹി വ മആനിഹി അദ്ദേഹത്തിന്റെ ലഫ്ലുകളിലും അദ്ദേഹത്തിന്റെ ആശയങ്ങളിലും രണ്ടാം ബഷാർ എന്ന പേരിലാണ് അബൂ നുവാസ് അറിയപ്പെടുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അബൂ നുവാസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് അബുൽ അത്താഹിയാണ്. അബുൽ അത്താഹിയ 748 മരണപ്പെടുന്നത്. 826 അദ്ദേഹം 748 ജനിക്കുന്നത്. 826 അദ്ദേഹം മരണപ്പെടുന്നത്. ഇസ്മുഹു അൽ കാമിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇസ്മായിൽ അൽ ഖാസിം ഇബൻ സുവൈദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുഞ്ഞത്ത് അലം നേരത്തെ നമ്മൾ അബൂ നുവാസ് എന്ന് പറഞ്ഞതുപോലെ അബു ഇസ്ഹാഖ് എന്നാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് അലം. ലഖബലമാണ് അബുൽ അത്താഹിയ. ഇസ്മു ലഖബാണ് അബുൽ അത്താഹിയ. ആ ലഖബലമിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇസ്മുൽ കാമിൽ ഇസ്മായിൽ ബിൻ അൽ ഖാസിം അസുവൈസ്, കുഞ്ഞത്ത് അബു ഇസ്ഹാഖ്, ലഖബ് അബുൽ അത്താഹിയ. വുലിദ ബി ഐനി തംർ ഖറിയത്ത് ബിൽ ഹിജാസ് ഹിജാസിലെ ഗ്രാമമായ ഐനു തംർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. വനശഅ ഫിൽ കൂഫ കൂഫയിലാണ് അദ്ദേഹം ജീവിച്ചതും വളർന്നതും. വക്കാന ബാഇ ജിറാർ അദ്ദേഹം റൊട്ടി വിൽപ്പനക്കാരനായിരുന്നു. കാന യസ്നഉഹ വയഹ്മിലുഹ അലാ ദഹ്രിഹി മുതനഖിലൻ ഫി ശവാരിൽ കൂഫ അൻ യബിഅഹ അദ്ദേഹം അതിനെ ഉണ്ടാക്കും, എന്നിട്ട് അതിനെ തോളിലേറ്റും. അലാ ദഹ്രിഹി എന്ന് പറഞ്ഞാൽ വയഹ്മിലുഹ അലാ ദഹ്രിഹി അദ്ദേഹത്തിന്റെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോകും. മുതനഖിലൻ ഫി ശവാരിൽ കൂഫ കൂഫയുടെ റോഡുകളിലൂടെ അൻ യബിഅഹ അതിനെ വിൽപ്പന നടത്തുകയും ചെയ്യും. വക്കാന യസ്നഉഹ അദ്ദേഹം റൊട്ടി ഉണ്ടാക്കും. വയഹ്മിലുഹ അലാ ദഹ്രിഹി അദ്ദേഹം തോളിലേറ്റും. എന്നിട്ട് മുതനഖിലൻ ഫി ശവാരിൽ കൂഫ കൂഫയുടെ റോഡുകളിലൂടെ അദ്ദേഹം അതിനെയും വഹിച്ച് അൻ യബിഅഹ വിൽക്കാൻ വേണ്ടി അദ്ദേഹം ചുറ്റുമായിരുന്നു. അങ്ങനെ സമ്പാദ്യം കണ്ടെത്തിയ ജീവിച്ച മനുഷ്യനാണ് അബുൽ അത്താഹിയ എന്ന് പറയുന്ന കവി. വമഅദാലിക് അതോടൊപ്പം തന്നെ കാന മോലിയൻ ബിശ്ശഅർ വൽ അദബ് ഷിഅറിനോടും സാഹിത്യത്തിനോടും അദ്ദേഹം ഇഴചേർന്ന് ജീവിച്ചു. അതാണ് മോലിയാൻ. വകാന യുലല്ലിമു ഷിഅർ ബിഗൈരി മശഖത്തിൻ ബിഖുദ്റതിഹി ത്വബീഇയ്യ ഹത്ത ഖാല അൻ നഫ്സിഹി ലൗ ശിഅതു അൻ അജ്അല കലാമി കുല്ലഹു ഷിഅറൻ ലഫഅൽതു. വകാന യുലല്ലിമു ഷിഅർ അദ്ദേഹം കവിതകൾ രചിക്കുമായിരുന്നു. ബിഗൈരി മശഖത്തിൻ ബിഖുദ്റതിഹി ത്വബീഇയ്യ പ്രകൃതിയാൽ അല്ലെങ്കിൽ സർഗാത്മകയാൽ അല്ലെങ്കിൽ എന്താ പറയാ ജന്മവാസനയാൽ അദ്ദേഹത്തിന് ലഭിച്ച ഖുദ്റത്തിനെ മശഖത്തില്ലാതെ അഥവാ ആ കഴിവിനോട് വല്ലാത്ത ഇഷ്ടമില്ലാതെ രചിക്കുമായിരുന്ന കവിതകളാണ് അദ്ദേഹം. അങ്ങനെയായിരുന്നു കവിതകൾ അദ്ദേഹം രചിച്ചിരുന്നത്. ഹത്ത ഖാല അൻ നഫ്സിഹി ഒരിക്കൽ സ്വയം അദ്ദേഹം പറയുകയുണ്ടായി, ലൗ ശിഅതു ഞാനെങ്ങാനും വിചാരിച്ചിരുന്നുവെങ്കിൽ അൻ അജാല കലാമി കുല്ലഹു എന്റെ സംസാരം മുഴുവനും ആക്കാൻ എന്താക്കാൻ ഷിഅറൻ കവിതയായി മാറണം എന്ന് ഞാനെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വിചാരിച്ചിരുന്നുവെങ്കിൽ ലഫഅൽതു ഞാനത് ചെയ്യുമായിരുന്നു. പക്ഷെ അത് വിചാരിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്. ഇന്തശറത്ത് ഷുഹറത്തഹു ഫി ഷിഅർ ഫി അൻഹാഇൽ ബലദ് ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ ഷിഅറിന്റെ പ്രശസ്തി വ്യാപിച്ചു. ഹത്ത സ്വാറ ഇസ്മഹു മഅറൂഫൻ ഫി മജ്ലിസിൽ ഉദബ സാഹിത്യകാരന്മാരുടെ സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെട്ടു. ഫിൽ കൂഫ കൂഫയിലും വഫി ഖുസൂരിൽ ഖുലഫ ഖലീഫമാരുടെ കൊട്ടാരത്തിലും. വഫദ ഇല ബഗ്ദാദ് അങ്ങനെ ബഗ്ദാദിലേക്ക് അദ്ദേഹം പോയി. മർക്കസൽ ഇൽമി വൽ അദം സാഹിത്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കളിത്തൊട്ടിലായിരുന്ന ബഗ്ദാദിലേക്ക് അദ്ദേഹം പോയി. ഫി അവ്വലി ഖിലാഫത്തിൽ മഹ്ദി എന്ന് പറയുന്ന ഖലീഫയുടെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ആ തുടക്ക കാലഘട്ടത്തിൽ. എന്നിട്ട് വമദഹു മദ്ഹ് ചെയ്തു. മഹ്ദി എന്ന് പറയുന്ന ഖലീഫയെ മദ്ഹ് ചെയ്യുകയും
വനാല മൻസിബൻ ആലിയൻ ഫി മജ്ലിസിഹി, മഹദിയുടെ മജ്ലിസിൽ അദ്ദേഹത്തിന് ഉന്നതമായ ഒരു സ്ഥാനം ലഭിക്കുകയും ചെയ്തു. വക്കാന ലഹു ഫി ഖസ്റിൽ ഖലീഫ ആഷിഖത്തുൻ ഇസ്മുഹ ഉത്ബ, ഖലീഫയായ മഹദിയുടെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ഒരു സ്നേഹിതയെ കിട്ടി, അവളുടെ പേരാണ് ഉത്ബ എന്ന്. വക്കാന അക്സർ ഗസലിഹി ഫിഹ വലകിൻ അൽ ഖലീഫ അൽ മഹദി കറഹ ഹാദിഹിൽ അലാഖ ബിഅന്ന ലഹു ഹുബ്ബൻ ഫിഹ. വക്കാന അക്സർ, അദ്ദേഹം വർദ്ധിപ്പിച്ചു, ഗസലഹു ഫിഹ, ഈ ഉത്ബയുമായുള്ള ശൃംഗാരം അദ്ദേഹം വർദ്ധിപ്പിക്കുകയും വലാകിൻ അൽ ഖലീഫത്തുൽ മഹദി കറഹ ഹാദിഹിൽ അലാഖ, ഈ ഒരു ബന്ധത്തെ മഹദി എന്ന് പറയുന്ന ഖലീഫ വെറുക്കുകയും ചെയ്തു. ബിഅന്ന ലഹു ഹുബ്ബൻ ഫിഹ, കാരണം ഉത്ബയിൽ ഇദ്ദേഹത്തിന് ഒരു സ്നേഹം ഉണ്ട്, ഒരു പ്രേമമുണ്ട് എന്നുള്ള കാര്യം മഹദി എന്ന് പറയുന്ന ഖലീഫക്ക് ഇഷ്ടമല്ലായിരുന്നു. വബിദാലിക അഅ്തൽ ഖലീഫ മാലൻ കസീറൻ ലിയൻസ ഷാഇർ ഉത്ബ, ഈ ഉത്ബയെ കവി മറക്കാൻ വേണ്ടിയിട്ട് ഖലീഫ മഹദി ഒരുപാട് സമ്മാനങ്ങൾ, അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുകൾ നൽകുകയുണ്ടായി. വബഅദ മൗത്തിൽ മഹദി സ്വാറ ഷാഇർ സാഹിദൻ, പക്ഷേ അദ്ദേഹം മഹദി എന്ന് പറയുന്ന ഖലീഫയുടെ മരണത്തിന് ശേഷം സ്വാറ ഷാഇർ, ഈ കവി ആയി മാറി, സാഹിദൻ, ഒരു പരിത്യാഗി, സുഹൃദുള്ള ഒരാളായിട്ട് മാറി, അനിൽ ഹയാത്ത്, ജീവിതത്തെ തൊട്ട്. അങ്ങനെ വൻസറഫ അനിൽ ഗസൽ, ഈ ഗസൽ എന്ന് പറയുന്ന ഇനത്തിൽ നിന്നും അദ്ദേഹം വിരമിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗത്തിൽ നിന്നും അദ്ദേഹം മാറി സഞ്ചരിച്ച് സാഹിദായിട്ട് മാറുന്നു. അതോടുകൂടെ വസ്വാറ മഷ്ഹൂറൻ ബിഷാഇർ സുഹദ്, ഷാഇർ സുഹദ് എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേര് വരികയാണ്. കാരണം അദ്ദേഹം ആദ്യം മദ്ഹ് ചെയ്തു, ഖലീഫയുടെ അടുക്കൽ പോയിട്ട്, അങ്ങനെ ഖലീഫ അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ ഒരു സ്ഥാനം കൊടുത്തു. അത് പിന്നീട് ഉത്ബ എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിൽ ഒരു സ്ത്രീയുമായിട്ട് സ്നേഹബന്ധത്തിലേക്ക് മാറി. ആ സ്നേഹബന്ധം കാരണത്താൽ ഗസലിൽ ഒരുപാട് കവിതകൾ അദ്ദേഹം രചിച്ചു. പിന്നീട് അത് മഹദിക്ക് ഇഷ്ടമല്ലാതായപ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തെ, ഉത്ബയെ മറക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സമ്പത്ത് കൊടുത്തിട്ട് ഖലീഫ എന്താക്കുകയാണ്, അവിടെ നിന്ന് പിരിച്ചുവിടുന്നു. പിന്നീട് മഹദിയുടെ മരണം സംഭവിക്കുന്നു. അതിനുശേഷം ഈ കവി സാഹിദായിട്ട് മാറുന്നു, ഗസലൊക്കെ ഒഴിവാക്കി സാഹിദായി മാറിയപ്പോൾ വസാറ മഷ്ഹൂറൻ ബിഷാഇർ സുഹദ്, സുഹദിന്റെ ഷാഇർ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. വക്കാന മുഅ്ലം ഷഅറഹു ഫി സുഹദ്, അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം കവിതയും സുഹദിലാണ്. വമാത ഷാഇർ, ഇവിടെ നമ്മൾ 211 എന്ന് പറയുന്ന ഹിജരിയായ വർഷമാണ് പറയുന്നത്. മേലെ നമ്മൾ 826 എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് അതിൻ്റെ ഡേറ്റിനെ പറയുന്നത്. കാന മുൽത്തരിബൻ ഫി ഹയാത്തിഹി കുല്ലഹു, ജീവിതത്തിൽ മുഴുവനും മുൽത്തരിബായിരുന്നു, അസ്വസ്ഥനായിരുന്നു. ലൈസ ലഹു ആറാഉൻ സാബിത്തത്തുൻ, ഒരു ഉറച്ച അഭിപ്രായങ്ങൾ, നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വക്കാന ബഅ്ദുൻ നാസ് യത്തഹിമൂനഹു ബി ഇൻകാരിൽ ബഅസ്, പുനർജീവിതത്തെ, ബഅസിനെ അദ്ദേഹം എന്താ പറയാ, അദ്ദേഹം നിഷേധിക്കുന്നതായിട്ട് ചില ആളുകൾ അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കുന്നുണ്ട്. വക്കാന ബഅ്ദുൻ നാസ്, ചില ജനങ്ങൾ, യത്തഹിമൂനഹു, അദ്ദേഹത്തിന് ആരോപിക്കുകയാണ്, ബി ഇൻകാരിൽ ബഅസ്, ബഅസിനെ നിഷേധിക്കുന്ന ആളായിട്ട്. അഖ്ലാഖുഹു ഗരീബത്തുൻ, ഒരു അപൂർവമായ അസാധാരണമായ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വഖദ് ഇഅ്തന ഷാഇർ ബിസ്തിഖ്ദാം അൽഫാൽ സഹ്ല, വളരെ എളുപ്പമുള്ള പദങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. വമആനി ലത്തീഫ്, വളരെ നൈർമല്യതയുള്ള ആശയങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു തൻ്റെ കവിതയിൽ. വഅജ്വദ മിൻ ശഅരിഹി മാ ഖാലഹു ഫി സുഹദ്, സുഹദിലാണ് ഏറ്റവും മികച്ച കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുള്ളത്. വഖദ് റഅ അൽ അസ്മഈ, അസ്മഈ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെക്കുറിച്ച്, അൻഷഅരിഹി, അദ്ദേഹത്തിന്റെ ഷെറിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത്, ഇന്ന ഷാർ അബിൽ അത്താഹിയ കസാഹത്തിൽ മുലൂക്ക്, രാജാക്കന്മാരുടെ മുറ്റം പോലെയാണ് അബുൽ അത്താഹിയയുടെ കവിത. രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ അങ്കണം മുറ്റം പോലെയാണ്, സാഹത്ത് പോലെയാണ് അബുൽ അത്താഹിയയുടെ കവിത. യഖൗ ഫീഹൽ ജൗഹർ, അവിടെ എന്തുണ്ടാകും, മുത്തുകൾ ഉണ്ടാകും. വദ്ദഹബ്, സ്വർണം ഉണ്ടാകും. വത്തുറാബ്, മണ്ണുണ്ടാകും. വന്നബി, ഖനികളും ഉണ്ടാകും. ഒരുപാട് വിലപിടിപ്പുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്നും, രാജകൊട്ടാരത്തിൽ എന്തൊക്കെയാണോ ഉണ്ടാവുക അതുപോലെ നമുക്ക് അദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്ക് മുത്തുകളും രത്നങ്ങളും സ്വർണങ്ങളും, അഥവാ വിലപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്നും നമുക്ക് കിട്ടുമെന്നർത്ഥം.
ഉസ്ലൂബഹു മുർസലും ഫി തഅലീഫി ഷിഅർ. മുർസലായ രൂപത്തിലാണ് അദ്ദേഹം രചനകൾ നടത്തിയത്. വഹുവ ഖദ് നഹജ ലിശ്ശുഅറാ മനാഹിജു സുഹദ് വൽ ഇളാജ്. ഷാഇരീങ്ങളായ സമകാലികരായ ആളുകൾക്ക് അദ്ദേഹം സുഹദിന്റെയും ഉപദേശത്തിന്റെയും ത്യാഗത്തിന്റെയും ഉപദേശത്തിന്റെയും മൻഹജുകൾ തന്നെ തുറന്നു വെച്ചു കൊടുത്തു. അജ്വദ് ഗസലിഹി മാ ഖാല ഫി ഉത്ബ. ഉത്ബയുമായുള്ള സ്നേഹബന്ധത്തിന്റെ സമയത്ത് പാടിയതാണ് ഏറ്റവും നല്ല ഗസലായിട്ട് അദ്ദേഹത്തിന്റെ വരികളിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുക. വ അഹ്സന മദാഇഹഹു. ഏറ്റവും നല്ല മദഹ് മാ ഖാലഹു ഫിൽ മഹ്ദി വർ റഷീദ്. ഹാറൂൺ റഷീദിനെയും മഹ്ദിയെയും അദ്ദേഹം മദഹ് ചെയ്തതാണ് ഏറ്റവും നല്ല മദഹ്. ഏറ്റവും നല്ല ഗസല് എന്ന് പറയുന്നത് മഹ്ദിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീയായ ഉത്തുബയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ വിരിഞ്ഞിട്ടുള്ള കവിതകളാണ് എന്നും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അബുൽ അത്താഹിയ. ഇനി അടുത്തത് അബൂ തമാമാണ്. ഇവിടെ ഒരു സ്ലൈഡ്, അതേ സ്ലൈഡ് തന്നെ വന്നിട്ടുണ്ട്. ഇത് വോയിസിൽ ആവർത്തനാണെന്ന് വിചാരിക്കരുത്. അബൂ തമാമാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അബൂ തമാം 804 ജനിച്ചത്. 846 വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഇസ്മുഹു ഹബീബുബിന് ഔസ് അത്വാഇ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹബീബുബിന് ഔസ് അത്വാഇ. ഉലിദ ബി ഖറിയത്തിൻ മിൻ ദിമഷ്ക്. ഡമസ്കസിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്തഖലഹു അബൂഹു ഇല ദിമഷ്ക്. പിന്നീട് അദ്ദേഹത്തെ തൻ്റെ പിതാവ് ദമസ്കസിലേക്ക് തന്നെ കൊണ്ടുപോയി. ലമ്മ തറാറ. അദ്ദേഹം വളർന്നപ്പോൾ ഗാദറ ദിമഷ്ക്. ഡമസ്കസ് അദ്ദേഹം വിട്ടു. വവസല ഇല മിസ്ർ. മിസ്റിലേക്ക് അദ്ദേഹം പലായനം ചെയ്തു. വക്കാന യസ്ഖിൽ മാ അഫി ജാമിഅ അംർ. ജാമിഅ അംർ അഥവാ ഒരു പള്ളിയാണ്. ആ മസ്ജിദിൽ അദ്ദേഹം വെള്ളം കൊടുക്കുന്ന, അവിടെ വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. വക്കാന യസ്ഖിൽ മാ. അദ്ദേഹം വെള്ളം കുടിപ്പിക്കുമായിരുന്നു. ഫി ജാമിഅ അംർ. ജാമിഅ അംറിൽ ആ മസ്ജിദിൽ വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുമായിരുന്നു. അപ്പോൾ മാദാലിക. അതോടൊപ്പം തന്നെ അസ്സസ അൽ അലാഖ മഅൽ ഉദബാഇ വൽ ഉലമാഇ ഫീഹി. മിസ്റിലെ സാഹിത്യകാരന്മാരോടൊപ്പം പണ്ഡിതന്മാരോടൊപ്പം അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു. വഹസല അലൽ അദബി വൽ ഇൽമി മിൻഹും. അവരിൽ നിന്നും സാഹിത്യവും അറിവും വിജ്ഞാനവും അദ്ദേഹം സ്വായത്തമാക്കി. വലം യസൽ യഹ്ഫുൽ അഷ്ആർ. അദ്ദേഹം കവിതകൾ മനഃപ്പാടമാക്കിക്കൊണ്ടേയിരുന്നു. ഹത്ത ബലഗ മിന ശഅരി മബ്ലഗൻ മാലം യസുൽ അഹദുൻ മിൻ അസ്രിഹി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരാൾക്കും കഴിയാത്തത്ര, മബ്ലഗ് എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് അല്ലെങ്കിൽ അത്രയും ബൃഹത്തായ ഒരു കവിതകളുടെ ഒരു സംഹാരം തന്നെ അദ്ദേഹം മനഃപ്പാടമാക്കിയിട്ടുണ്ട്. വഖദ് ഔസല ശഅറഹു വശുഹ്റതഹു ഫി അൻഹാഇൽ ബിലാദ്. അതോടൊപ്പം തന്നെ ലോകം മുഴുവനും, നാടുകൾ മുഴുവനും അദ്ദേഹത്തിന്റെ കവിതകളും അദ്ദേഹത്തിന്റെ പ്രശസ്തിയും എത്തിച്ചേർന്നു. വഗാദറ മിസ്ർ. പിന്നീട് അദ്ദേഹം മിസ്ർ വിട്ടു. മിസ്ർ ഒഴിവാക്കി അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോയി. വഖള മുഅലം ഔഖാതഹു മഅൽ ഉമറാഇ ഫി മനാസിലിഹിം. അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം സമയവും അദ്ദേഹം ചിലവഴിച്ചത് മഅൽ ഉമറ, അമീറന്മാരോടൊപ്പമായിരുന്നു. ഫി മനാസിലിഹിം, അവരുടെ കൊട്ടാരങ്ങളിൽ. അഥവാ വഖള മുഅലം ഔഖാതഹു, അദ്ദേഹത്തിന്റെ സമയവും ഭൂരിഭാഗം സമയവും അദ്ദേഹം ചിലവഴിച്ചത് മഅൽ ഉമറാഇ, അമീറന്മാരോടൊപ്പമാണ്. ഫി മനാസിലിഹിം, അവരുടെ വീടുകളിൽ അഥവാ കൊട്ടാരത്തിൽ. വക്കാന ഫസീഹൻ. അദ്ദേഹം ഫസീഹായിരുന്നു. ഫസീഹ് എന്ന് പറഞ്ഞാൽ നല്ല സാഹിത്യ ഭംഗിയോടുകൂടെ സംസാരിക്കുന്ന ആൾ എന്നാണ് ഫസീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വകലാമുഹു ഹുലുവുൻ. അദ്ദേഹത്തിന്റെ സംസാരം മധുരമുള്ളതായിരുന്നു. വക്കാന ദക്കിയൻ ഫി തബഅ. അദ്ദേഹം നല്ല ബുദ്ധികൂർമ്മതയുള്ള, ബുദ്ധിശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. വലഹു ഖുദ്റത്തുൻ ഫി ദാക്കിറ. മനഃപ്പാടമാക്കുന്നതിൽ പ്രത്യേകമായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വഖദ് ഖീല. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മനഃപ്പാടത്തിന്റെ കഴിവുകളെ കുറിച്ച് പറയപ്പെടുന്നു. ഇന്നഹു കാന യഹ്ഫിളു 14,000 ഉർജൂസ ഗൈറൽ ഖസായിദ് വൽ മഖ്തുആത്ത്. ഇന്നഹു കാന യഹ്ഫിളു 14,000 14,000 ഉർജൂസകൾ അഥവാ ചെറിയ ചെറിയ കവിതകൾക്കാണ് ഉർജൂസ എന്ന് പറയാ, ചെറിയ കഷ്ണങ്ങൾ. അങ്ങനെയുള്ള ഉർജൂസകൾ 14,000-ഓളം അദ്ദേഹത്തിന് മനഃപ്പാടമുണ്ടായിരുന്നു. ഗൈറൽ ഖസീദ, ഖസീദ കൂടാതെ, വൽ മഖ്തുആത്ത്,
അതേപോലെ ചെറിയ മഖ്തൂആത്ത് കൂടാതെ അതിന് പുറമെ 14,000 ഉർജൂസുകൾ അദ്ദേഹത്തിന് മനഃപ്പാടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലഹു ഖുദ്റത്തുൻ ഫി ദാക്കിറ, അദ്ദേഹത്തിന് മനഃപ്പാടമാക്കുന്നതിൽ പ്രത്യേക കഴിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അല്ലഫ കിതാബുൽ ഹമാസ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് കിതാബുൽ ഹമാസ. വഹിയ മജ്മുഅത്തു മിന ശഅറിൽ ഖുദമാഇൽ ജാഹിലിയ വൽ ഇസ്ലാമിയ, ഇസ്ലാമിക കാലഘട്ടത്തിലെയും ജാഹിലി കാലഘട്ടത്തിലെയും പഴയകാല കവിതകളുടെ ഒരു സമാഹാരമാണ് കിതാബുൽ ഹമാസ എന്ന് പറയുന്നത്. വയോറഫ് ഹാദ ഹമാസത്തു അബി തമാം, ഇത് അറിയപ്പെടുന്നത് ഹമാസത്തു അബി തമാം, അബു തമാമിന്റെ ഹമാസ എന്ന പ്രത്യേക പേരിൽ തന്നെ ഇത് അറിയപ്പെടുന്നു. അതേപോലെ വക്കാന റഅ്സു തബഖത്ത് സാനിയ മിനൽ മുവല്ലിദീൻ, മുവല്ലിദീങ്ങളിലെ രണ്ടാം വിഭാഗത്തിലെ തലവനാണ് ഇദ്ദേഹം. 3 തബക്കകളാണ് മുവല്ലിദീങ്ങളിൽ വരുന്നത്. ആ മുവല്ലിദീങ്ങളുടെ രണ്ടാം വിഭാഗത്തിന്റെ ഹെഡ് എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ പറ്റും. എന്താണ് ഈ മുവല്ലിദീങ്ങൾ എന്നുള്ള ഒരു ചോദ്യം ഒരു പക്ഷെ പ്രതീക്ഷിക്കാം. മൻഹും അൽ മുവല്ലിദൂൻ എന്ന് പറഞ്ഞാൽ പഴയ ശൈലിയിലും പുതിയ ശൈലിയിലും ഒരേപോലെ രചനകൾ നടത്തുന്നവരെയാണ് മുവല്ലിദീൻ എന്ന് പറയുന്നത്. ജമാ ബൈന മആനി അൽ മുതഖദ്ദിമീൻ വൽ മുതഅഖിരീൻ, പിൽക്കാലത്ത് വന്ന ആളുകൾ അഥവാ മോഡേണിസ്റ്റുകൾ അഥവാ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അബ്ബാസി കാലഘട്ടമാണ്. ഇതിന്റെ പ്രത്യേകത നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. പഴമയെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് എഴുതിയവരുണ്ട്, അതേ സ്ഥാനത്ത് പഴമയെ തള്ളാതെ പുതുമയെ സ്വീകരിച്ചവരുണ്ട്. അവരെയാണ് ശരിക്കും മുവല്ലിദീങ്ങൾ എന്ന് പറയാം. പഴയ രൂപത്തിലും പുതിയ സ്റ്റൈലിലും രചനകൾ നടത്തുന്നവർ. അതാണ് ജമാ ബൈന മആനി അൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ ആശയങ്ങൾക്കിടയിലും വൽ മുതഅഖിരീൻ, പിന്നെ വന്ന ആളുകളുടെ ആശയങ്ങൾക്കിടയിലും അദ്ദേഹം ജംഇ ചെയ്തു, കളക്ട് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം അതിനെയൊക്കെ ഒരുമിച്ച് കൂട്ടി അതിനെ രണ്ടിനെയും അദ്ദേഹം സ്വീകരിച്ചു. വക്കാന ഖയാലഹു ലതീഫുൻ, അദ്ദേഹത്തിന്റെ ഭാവന വളരെ സോഫ്റ്റ് ആയതായിരുന്നു. വ ഇബാറത്തുഹു സഹ്ലത്തുൻ, എളുപ്പമുള്ള ഇബാറത്തുകളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ കശഫ മആനിയൻ മുബ്തക്കിറത്തൻ, പുതിയ പുതിയ ആശയങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ഫീ ശഅരിഹി, തന്റെ കവിതയിൽ. വഖ്താറ അൽഫാദൻ ജമീലൻ, ഭംഗിയുള്ള പദങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്തു. വഖദ് ഇഖ്തലത ബിശ്ശഅരി അൽ അംസാൽ വൽ ഹികം, അദ്ദേഹം തന്റെ കവിതയിൽ മസലുകളും ഹിക്കമുകളും അദ്ദേഹം കൂട്ടിക്കലർത്തി, അഥവാ അതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കവിതയായിരുന്നു. കേവലം ഒരു ആസ്വാദനം അല്ലെങ്കിൽ കേവലം ഒരു ഭാവന മാത്രമല്ല, അതിൽ മസലുകളും ഹിക്കമുകളും ഉണ്ടായിരുന്നു. വനഹജ ത്വരീഖൻ ജദീദൻ ഫിശ്ശഅർ, കവിതയിൽ പുതിയ ഒരു വഴി തന്നെ അദ്ദേഹം കണ്ടെത്തി. ബിസ്തിഖ്ദാമിൽ ഹികം വൽ അംസാൽ, ഹിക്കമുകളും മസലുകളും ചേർത്തിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട്. വസലക ശ്വാറ മിസ്ലൽ മുത്തനബി വൽ മഅരി ഫീഹി ബഅദഹു, ഇതിനു ശേഷം മഅരിയെ പോലെയുള്ള മുത്തനബിയെ പോലെയുള്ള ഷാഇരിങ്ങളൊക്കെ ഇതേ വഴി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതിന്റെ തുടക്കം ഇട്ടുകൊടുത്തത് അബൂ തമാമാണ് എന്ന് നമുക്ക് പറയാം. വഖദ് ഇഖ്തലഫൻ നാസ് ഫീഹി വഖീല അൻഹു, അദ്ദേഹത്തെ കുറിച്ച് ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് വിവിധ തരം അഭിപ്രായങ്ങളുണ്ട്. വഖീല അൻഹു, അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കൽ പറയുണ്ടായത് അബൂ തമാം വൽ മുത്തനബി ഹക്കീമാൻ, അബൂ തമാമും മുത്തനബിയും തത്വശാസ്ത്രജ്ഞന്മാരാണ്, ഹക്കീമുകളാണ്. വശാഇർ, കവി എന്ന് പറയുന്നത് അൽ ബുഹ്തുരി, ബുഹ്തുരിയാണ് എന്ന് പോലും പറയപ്പെടുന്ന രൂപത്തിൽ മസലുകളെയും ഹിക്കമുകളെയും അബൂ തമാം തന്റെ കവിതയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് ആ വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. വഖദ് ജമഅ ശഅറഹു ഫി ദീവാനിൻ മഷ്ഹൂർ ബി ദീവാനി അബി തമാം, അബൂ തമാമിന്റെ ദീവാനായ ഒരു ദീവാൻ, അത് വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തെ ആ ദീവാന്റെ പേര് ദീവാൻ അബൂ തമാം. നേരത്തെ ഹമാസയുടെ പേര് ഹമാസത്തു അബി തമാം എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം അറിയപ്പെടുന്നത് ദീവാൻ അബി തമാം എന്നാണ്. അപ്പൊ ഇത്രയുമാണ് അബൂ തമാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വളരെ പ്രശസ്തനായ മറ്റൊരു കവി മുത്തനബിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 915 മുത്തനബി ജനിക്കുന്നത്. 965 അദ്ദേഹം മരണപ്പെടുന്നു. ഇസ്മുഹു, അദ്ദേഹത്തിന്റെ പേര് അബു ത്വയ്യിബ് അഹ്മദ് ബിൻ ഹുസൈൻ എന്നാണ്. അബു ത്വയ്യിബ് അഹ്മദ് ബിൻ ഹുസൈൻ ആരാണെന്ന് ചോദിച്ചാൽ ഇസ്മു ലഖബുഹു അൽ മുത്തനബി, അത് മുത്തനബിയാണ്. ഉലിദ ബിൽ കൂഫ, കൂഫയിലാണ് ജനിച്ചത്. കാനത്ത് ഉസ്റത്തുഹു ഫഖീറത്തുൻ, വളരെ ദരിദ്ര കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. സാഫറ ബിഹി അബൂഹു ഇല ഷാം ഫി സിഗ്രിഹി, ചെറുപ്പത്തിൽ തന്നെ ഉപ്പ ഷാമിലേക്ക് അദ്ദേഹത്തെയും കൊണ്ടുപോയി. വതലഖൽ ഉലൂം ഫിഹ, അവിടെ വെച്ച് അദ്ദേഹം വിജ്ഞാനം നേടി.
വനാല മന്തിഖൽ ബദവിയീൻ, ബദവികളുടെ സംസാരം അദ്ദേഹത്തിന് ലഭിച്ചു, അഥവാ കൊളോക്കിയൽ ലാംഗ്വേജ് അദ്ദേഹത്തിന് സ്വായത്തമാക്കാൻ സാധിച്ചു. വഖ്തലത ബിൽ മുജ്തമ അൽ മുഖ്തലഫ്, വ്യത്യസ്തമായിട്ടുള്ള വിഭിന്നമായ സമൂഹവുമായിട്ട് അദ്ദേഹം ഇടപഴകി. വസാറ ബുൽദാനൻ കസീറൻ, ധാരാളം നാടുകൾ അദ്ദേഹം സഞ്ചരിച്ചു. മിസ്ല ബഅലബക് വ തറാബുൽസ്, ഇങ്ങനെയുള്ള അറബ് കൺട്രീസിൽപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും വിവിധ സമൂഹങ്ങളുമായിട്ട് അദ്ദേഹം ഇടപഴകുകയും അവരുടെ ലാംഗ്വേജുകളും കൾച്ചറും ഒക്കെ ഇദ്ദേഹത്തിന് സ്വായത്തമാക്കാനും പരിചയപ്പെടാനും സാധിച്ചു. വകാന ലഹു ഖുദ്റത്തുൻ നാദിറത്തുൻ ഫി ഹിഫ്ളിൽ അശ്ആർ അൽ ജാഹിലിയ മുൻദു സിഗ്രിഹി, നേരത്തെ അബൂ തമാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ജാഹിലിയ കവിതകൾ മനഃപ്പാടമാക്കുന്നതിൽ ഇദ്ദേഹത്തിന് അപൂർവമായ ഒരു കഴിവുണ്ടായിരുന്നു. വകാന ലഹു ഖുദ്റത്തുൻ നാദിറത്തുൻ, അപൂർവമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫി ഹിഫ്ളിൽ അശ്ആറിൽ ജാഹിലിയ, ജാഹിലിയ കവിതകൾ മനഃപ്പാടമാക്കുന്നതിൽ മുൻദു സിഗ്രിഹി, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ. വബഅദ മൗത അബീഹി, തന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം ഇൽതറ അലൈഹി അൻ യക്തശിഫ സബീലൻ ലി ഐശതിഹി വഅഖദ യജൂലു ഫിൽ അർള് ഇബ്തിഗാഅൻ ലിർസിഖി വക്തിസാബൻ ലിൽ മജ്ദ്. മരണശേഷം, പിതാവിന്റെ മരണശേഷം ഇൽതറ അലൈഹി, അദ്ദേഹം നിർബന്ധിതനായി, അൻ യക്തശിഫ സബീലൻ, ഒരു വഴി കണ്ടെത്താൻ, ലി ഐശതിഹി, അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴി കാണണമല്ലോ. സമ്പാദ്യമില്ല, പിതാവാണ്, പിതാവിനെ ആശ്രയിച്ചായിരുന്നു അതുവരെയുള്ള ജീവിതം. പിതാവ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സമ്പാദ്യം കണ്ടെത്താനുള്ള വഴി അദ്ദേഹം കണ്ടെത്താൻ വേണ്ടി നിർബന്ധിതനായി. വഅഖദ യജൂലു ഫിൽ അർള്, അങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹം തുടങ്ങി. ഇബ്തിഗാഅൻ ലിർസിഖ്, ജോലി അല്ലെങ്കിൽ സമ്പാദ്യം ആഗ്രഹിച്ചുകൊണ്ട്, അന്വേഷിച്ചുകൊണ്ട്. വക്തിസാബൻ ലിൽ മജ്ദ്, മജിദിനെ, പ്രശസ്തിയെ, അഭിമാനത്തെ, അഥവാ ആരുടെ മുമ്പിലും ജോലിയില്ലാതെ പൈസയില്ലാതെ ഇരക്കുന്നതിന് പകരം സ്വന്തമായൊരു ജോലിയും സമ്പാദ്യവും ഉണ്ടാകണം എന്ന മജിദിനെ അദ്ദേഹം സമ്പാദിക്കാൻ വേണ്ടി, റിസ്ഖിനെ അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം നാടുകളായ നാടുകളിലൂടെ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. വലാകിൻ ശഅറഹു, പക്ഷെ അദ്ദേഹത്തിന്റെ കവിതയാണ് നസ്റഹു, അദ്ദേഹത്തെ സഹായിച്ചത്, ലിഐശത്തിൻ ത്വയ്യിബത്തിൻ, നല്ലൊരു ജീവിതം ലഭിക്കാൻ വേണ്ടി. ഫി ഖുസൂരിൽ മുലൂക്ക്, രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ. വമനാസിലിൽ ഉമറ, അമീറന്മാരുടെ വീടുകളിൽ, സത്രങ്ങളിൽ. അപ്പോ അദ്ദേഹത്തെ സഹായിച്ചത്, നല്ലൊരു ജീവിതം ലഭിക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചത് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കവിത എഴുത്ത് എന്ന് പറയുന്ന ആ ഒരു കഴിവായിരുന്നു. കാന ഫാഖിറൻ ബിനഫ്സിഹി, അദ്ദേഹം വല്ലാതെ ഒരു അഭിമാനിയായിരുന്നു, ഫാഖിറായിരുന്നു. വതമ്മാഹൻ ബിൽ മജ്ദ് മുൻദു നശ്അതിഹി, പ്രശസ്തി ആഗ്രഹിച്ച ആളായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ. വഹാവല ഷാഇർ, അങ്ങനെ കവി ഒരിക്കൽ ശ്രമിച്ചു, ഹാവല എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു, ട്രൈ ചെയ്തു. അയ്യക്കൂന റഈസൻ ഫിൽ ഹിമ്മസ്, ഹിമ്മസ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ തലവനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ലമ്മ അലിമൽ വാലി, അവിടുത്തെ ഗവർണർ ഈ വിഷയം അറിഞ്ഞപ്പോൾ, ഖബറഹു, ഈ വാർത്ത അറിഞ്ഞപ്പോൾ, ഉമിറ അമറ ബി ഹബ്സിഹി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, ഓർഡർ ഇട്ടു. വഖാല ഷിഅർ ഫി സിജിൻ, അങ്ങനെ അദ്ദേഹം ജയിലിലായപ്പോൾ അവിടെ നിന്നും അദ്ദേഹം കവിതകൾ പാടി, ചൊല്ലി, രചിച്ചു. വസമി അൽ വാലി ഷിഅറഹു, അദ്ദേഹത്തിന്റെ കവിത ഈ വാലി കേട്ടപ്പോ, ഫഅത്ലഖഹു, അദ്ദേഹത്തെ മോചിപ്പിച്ചു. വലാകിൻ ഹബ്ബർ റിആസത ഖാദഹു ഇലാ ഇദ്ദിആഇൻ നുബുവ, അതുകൊണ്ട് തന്നെ ശേഷം വീണ്ടും ഈ സ്ഥാനമോഹങ്ങൾ കാരണത്താൽ അദ്ദേഹം ഖാദഹു ഇലാ ഇദ്ദിആഇൻ നുബുവ, നുബുവത്ത് വാദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു. ഇന്നഹു ഖാല, അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബശറ ബിമജീഇഹി വഅഖ്ബറ ബിനുബുവതിഹി, തന്റെ നുബുവത്തിനെ കുറിച്ചും തന്റെ വരവിനെ കുറിച്ചും സന്തോഷ വാർത്ത പ്രവാചകൻ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന ഒരു വാക്ക് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോ അത് നബിയാണ് എന്ന് അദ്ദേഹം, ഞാനൊരു നബിയാണ് എന്ന് അദ്ദേഹം വാദിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുത്തനബി എന്ന ഇസ്മു ലഖബ്, അദ്ദേഹത്തിന് നുബുവത്ത് വാദിച്ചവൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. വഖാല അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ നബിയ്യ ബഅദി, പ്രവാചകൻ പറഞ്ഞത് എൻ്റെ ശേഷം നബിയില്ല എന്നാണ്. വ അന്ന ഇസ്മുഹു ഫിസ് സമാ വ സ്വന്നഫ കലാമൻ ളിദ്ദൽ ഖുർആൻ, ഒപ്പം തന്നെ അദ്ദേഹം ഖുർആനിന്റെ, അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനെതിരെ അദ്ദേഹം രചനകൾ നടത്തി. ഫഹബസഹു ഉലാത്ത ഹിമ്മസ് ഐളൻ, വീണ്ടും
ഹിമ്മസിലെ വാലി ഗവർണർമാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. വഅത്ലഖഹു ബഅദ അൻ ഇസ്തിതാബഹു, അദ്ദേഹം തൗബ ചെയ്തപ്പോൾ മാപ്പ് പറഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ സംഭവ ബഹുലമായ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം തൊമ്മാഹൻ ബിൽ മജ്ദി എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. സ്ഥാനങ്ങളെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു മുത്തനബി. വത്തസല ബി സൗഫി ദൗല, പിന്നെ സൈഫ് ദൗലയുമായിട്ട് അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു. ഖാന അമീറൻ ഫി അന്താക്കിയ, അന്താക്കിയയിലെ രാജാവായിരുന്നു സൈഫുദ്ദൗല. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ബന്ധം സ്ഥാപിച്ചു. അജിബൽ അമീർ, അമീർ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഫി ഷാഇരിയത്തിഹി, തന്റെ കവിതയുടെ കഴിവ് കണ്ടിട്ട്. വളമ്മഹു ഇലൈഹി, അദ്ദേഹത്തെ തന്റെ കൂടെ ചേർത്ത് പിടിച്ചു. വഅതബറഹു ഇഅ്തിബാറൻ ജയ്യിദൻ, നല്ല പരിഗണന അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അലിമൽ അമീർ അൽ മുത്തനബി അല്ലമൽ അമീർ അൽ മുത്തനബി അൽ ഫുറൂസിയ വസ്സൈദ്, അമീർ അദ്ദേഹത്തെ മുത്തനബിയെ പഠിപ്പിച്ചു. അൽ ഫുറൂസിയ കുതിരയോട്ടം, വസ്സൈദ് വേട്ടയാടൽ, വഷാറക്കൽ മുത്തനബി മാഹു, അദ്ദേഹത്തിന്റെ കൂടെ മുത്തനബിയും ചേർന്നു. ഫിൽ ഹർബ്, യുദ്ധങ്ങളിൽ. സുമ്മ ഫാറഖ ഷാഇർ സൈഫുദ്ദൗല, പിന്നീട് സൈഫുദ്ദൗലയെ അദ്ദേഹം ഒഴിവാക്കി. വറഹല ഇല മിസ്ർ, മിസ്റിലേക്ക് അദ്ദേഹം യാത്ര പോയി. വത്തസല ബി കാഫൂർ, കാഫൂറുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. കാഫൂർ ശരിക്ക് സൈഫുദ്ദൗലയുടെ എതിരാളിയാണ് എന്ന് നമുക്ക് പറയാം. കാന അഹദു മിൻ അഅദാഇ സൈഫുദ്ദൗല വമദഹഹു, അദ്ദേഹം സൈഫുദ്ദൗലയുടെ ഒരു എതിരാളിയായിരുന്നു. അങ്ങനെ വമദഹഹു, കാഫൂറിനെ പോയിട്ട് അവിടെ പ്രശംസിച്ചു. കാഫൂറിനെ മദഹ് ചെയ്തുകൊണ്ട് അദ്ദേഹം കവിതകൾ ചൊല്ലി. വലാകിൻ ഖാഫഹു കാഫൂർ, പക്ഷേ കാഫൂർ ഇദ്ദേഹം ഈ കാര്യം ഭയപ്പെട്ടു. വഅഖ്റജഹു മിൻ ഖസ്രിഹി, തന്റെ കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കുകയും ചെയ്തു. കാരണം തിരിച്ചടി എപ്പോഴും വരാം ഈ കവിയുടെ ഭാഗത്ത് നിന്നും എന്ന് മനസ്സിലാക്കിയിട്ട് കാഫൂർ അതിലെന്തായില്ല, അദ്ദേഹത്തെ അടുപ്പിച്ചില്ല. അദ്ദേഹത്തെ തന്റെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. ഉടനെ തന്നെ ഫഹജ ഷാഇർ കാഫൂർ, കാഫൂറിനെ ഷാഇർ എന്താക്കി, ആക്ഷേപിച്ചു. സുമ്മ ഇത്തസ്വല ബി അലദി ദൗല, പിന്നീട് അലദു ദൗലയുമായിട്ട് കോണ്ടാക്ട് സ്ഥാപിച്ചു. വമദഹഹു, അദ്ദേഹത്തിനെ മദഹ് ചെയ്യുകയും ചെയ്തു. വനാല അംവാലൻ കസീറത്തൻ ബി മദഹി, അദ്ദേഹത്തെ മദഹ് ചെയ്തത് കൊണ്ട് തന്നെ ധാരാളം സമ്പത്തുകൾ അദ്ദേഹത്തിന് അലദു ദൗലയിൽ നിന്നും ലഭിക്കുകയുണ്ടായി. വലാകിൻ ഗളിബ അലദു ദൗല ഫി ബഅദി അഖ്വാലിഹി, ചില വാക്കുകളിൽ അലദു ദൗലക്ക് ഇദ്ദേഹവുമായിട്ട് എന്താ പറയാ, ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു വെറുപ്പുണ്ടായിരുന്നു. ജഹസൽ അമീർ അലൈഹി ബഅദൻ വവാജഹ ബൈനമാ കാന യഊദു ഇലൽ കൂഫ വഹാവല ഷാഇർ അലൽ ഫിറാർ. ജഹസൽ അമീർ അലൈഹി, അദ്ദേഹത്തിനെതിരെ ഒരു പടപൊരുതാൻ വേണ്ടിയിട്ട് അമീർ തയ്യാറായി. വവാജഹ ബൈനമാ കാന യഊദു ഇലൽ കൂഫ, രണ്ടുപേരും കണ്ടുമുട്ടുന്നത് പിന്നീട് കൂഫയിലേക്കുള്ള മടങ്ങി വരവിലായിരുന്നു. വഹാവല ഷാഇർ അലൽ ഫിറാർ, അദ്ദേഹത്തെ കണ്ടപ്പോൾ ഷാഇർ ഓടാൻ വേണ്ടിയിട്ട് അഥവാ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. വഖാല ലഹു ഗുലാമുഹു യതഹദ്ദസു الناس عنك بالفرار وأنت القائل الخيل والليل والبيداء تعرفني والسيف والرمح والقرطاس والقلم എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു കവിതയുടെ ശകലം അദ്ദേഹത്തെ കുറിച്ച് ആ സമയത്ത് പാടിയിരുന്നു. അൽ ഖൈൽ, കുതിരയും, വല്ലൈൽ, രാത്രിയും, വൽ ബൈദ, പകലും, തഅരിഫുനി, എന്നെ അറിയാം, വസ്സൈഫ്, വാളിനും, വർറിംഹ്, കുന്തത്തിനും, വൽ ഖിർതാസ്, കടലാസിനും, വൽ ഖലം, പേനക്കും എന്നെ അറിയാം എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളിലും അതേപോലെ തന്നെ അദ്ദേഹം കവിത അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്ന അതിലും അദ്ദേഹത്തിന് കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. ഞാൻ ചില്ലറക്കാരനല്ല എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള ഒരു വരിയായിരുന്നു അത്. ഫഖാത്തല ഹത്ത ഖുത്തില, അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ചെയ്തു. ഹുവ വവലദുഹു വഗുലാമുഹു സന 354, അഥവാ ക്രിസ്തു വർഷം 965 അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കവിതയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശേഷിപ്പിക്കുകയാണ്. കാന ഷാഇറൻ ഫൈലസൂഫൻ, ഒരു ഫിലോസഫിക്കൽ പോയറ്റ് ആയിരുന്നു അദ്ദേഹം. വഅത്ലഖ അശ്ശഅറ മിനൽ ഖുയൂദ്, കെട്ടുകളിൽ നിന്നും അഥവാ വല്ലാതെ ഖൈദുകളിൽ നിന്നും ലിമിറ്റുകളിൽ നിന്നും ഷഅറിനെ മോചിപ്പിച്ച ആളാണ് അദ്ദേഹം. വഖറജ മിൻ അസാലിബിൽ അറബി തഖ്ലീദിയ,
അറബികളുടെ പാരമ്പര്യമായ ശൈലിയിൽ നിന്നും അദ്ദേഹം പുറത്തുപോയി. എന്നിട്ട് പുതിയ ശൈലി സ്വീകരിച്ച വ്യക്തിയാണ്. വഹുവ ഇമാം അത്വരീഖത്തുൽ ഇബ്തിദാഇയ്യ ഫി ഷിഅറിൽ അറബി. അറബി കവിതയിലെ ത്വരീഖത്തുൽ ഇബ്തിദാഇയ്യയുടെ തലവനായിരുന്നു അദ്ദേഹം എന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ അബു തമാം ഈ ഇമാം അല്ലെങ്കിൽ റഇസ് അത്തബഖത്തു സാനിയ ഫി ഷിഅറിൽ അറബി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മുത്തനബി ഇമാമു ത്വരീഖത്ത് അൽ ഇബ്തിദാഇയ്യ ഫി ഷിഅറിൽ അറബി എന്ന് വിശേഷിപ്പിക്കാം. വശിഅറുഹു മുംതാസത്തും ബിൽ ഹിക്കം വൽ അംസാൽ. അബൂ തമാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകൾ, മസലുകൾ, ഹിക്കമുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു, അങ്ങനെ വ്യതിരിക്തമായതായിരുന്നു. വഖ്തസ്സ ബിൽ ഇബ്ദാ വഫി ഫി വസ്ഫിൽ ഖിതാൽ വത്തശ്ബീഹ് വൽ മദ്ഹ് വൽ ഹിജാ. മദ്ഹ്, തശ്ബീഹ്, വസ്ഫുൽ ഖിതാൽ ഇതിലൊക്കെ അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് തെളിയിക്കുകയും ചെയ്ത ആളായിരുന്നു. ولشعره عيوب بتعسير فهم معناه وغايته وباستقرار اللفظ وتعقيد المعنى وباستعمال الغريب وكثرة التوافت. അങ്ങനെയൊക്കെ അദ്ദേഹത്തെ കുറിച്ച് കുറെ വിശേഷണങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മുത്തനബിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നമ്മൾ ബുഹ്തരിയിലേക്കാണ് പോകുന്നത്. അശ്ശാഇർ അൽ ആഖർ ഇസ്മുഹു അബു ഇബാദ അൽ വലീദ് ബിൻ ഉബൈദുല്ലാ അത്വാഇ. അദ്ദേഹം ജനിക്കുന്നത് 821-ലാണ്. 897 അദ്ദേഹം മരണപ്പെടുന്നു. ഉലിദ ബി മംബിജ്. അദ്ദേഹം ജനിക്കുന്നത് മംബിജിലാണ്. സന 206 ഹിജ്രിയ. ഹിജ്റ വർഷം 206 അഥവാ 821. വഹുവ അറബിയുൻ അൽ അസുൽ. അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ഒരു അറബിയാണ്. വനശാ ഫിൽ ബാദിയ. ബാദിയയിലാണ്, താഴ്വാരത്താണ് അദ്ദേഹം വളർന്നത്. വസ്വാറ ഫസീഹൻ. അദ്ദേഹം ഫസീഹായി മാറുകയും ചെയ്തു. സുമ്മ ഖറജ ഇലാ ബഗ്ദാദ്. പിന്നീട് അദ്ദേഹം ബഗ്ദാദിലേക്ക് പോയി. വലഖിയ അബാ തമാം. അവിടെ വെച്ച് അബൂ തമാമിനെ കണ്ടുമുട്ടി. വലസിമഹു വതഅല്ലമ മിൻഹു മിൻ ഉലമാഇ ബഗ്ദാദ്. അബൂ തമാമിനെ അദ്ദേഹം പിൻപറ്റുകയും അദ്ദേഹത്തിന്റെ കൂടെ ചേരുകയും അദ്ദേഹത്തിൽ നിന്നും വിജ്ഞാനങ്ങൾ നേടുകയും വമിൻ ഉലമാഇ ബഗ്ദാദ്. ബഗ്ദാദിലെ മറ്റു പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം വിജ്ഞാനങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്തു. വറുവിയ അൻ കസീർ മിൻ ഉലമാഇ കഅബിൽ അബ്ബാസ് അൽ മിബ്രദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഖാല അബൂ തമാം മറത്തൻ അൻത വല്ലാഹി യാ ബനി അമീർ അശ്ശുറാ ഗദൻ ബഅദി. ഒരിക്കല് തന്റെ ഗുരുവായ അബൂ തമാം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അൻത വല്ലാഹി, അല്ലാഹുവാണ് സത്യം, നീ, യാ ബനി അമീർ, അവിടെ അങ്ങനെയല്ല, അൻത വല്ലാഹി യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ നീ ഒരിക്കലാകും, അമീർ ഷുഅറാ, ഷാഇരിങ്ങളുടെ തലവനാകും, ഗദൻ, നാളെ, ബഅദി, എന്റെ ശേഷം, എന്റെ കാലത്തിന് ശേഷം നീ ആയിരിക്കും അമീർ ഷുഅറാ എന്ന് അദ്ദേഹത്തെ കുറിച്ച് അബൂ തമാം എന്ന ഗുരു അദ്ദേഹത്തെ കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. വസദഖല്ലാഹു നുബുഅതഹു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവചനം സത്യമാവുകയും ചെയ്തു എന്നാണ് പിൽക്കാലത്തെ സാക്ഷ്യം. വഅസ്ബഹൽ ബുഹ്തരി. അങ്ങനെ ബുഹ്തരിയായി. വഫാത്ത് അബി തമാം. അബൂ തമാമിന്റെ വഫാത്തിന്റെ ശേഷം ഇമാമൻ ഫിൽ അദബി വശ്ശിഅർ. സാഹിത്യത്തിലെയും കവിതയിലെയും ഇമാമായിട്ട് അദ്ദേഹം മാറുകയുണ്ടായി. വ അഖാമ ഫിൽ ഇറാഖ്. ഇറാഖിൽ അദ്ദേഹം താമസിച്ചു. ഫി ഖിദ്മത്ത് അൽ മുതവക്കിൽ. മുതവക്കിൽ എന്ന് പറയുന്ന രാജാവിനെ സേവിച്ചുകൊണ്ട്. വസീറുഹു അൽ ഫതഹ് ബിൻ ഖാഖാൻ. ഫതഹ് ബിൻ ഖാഖാൻ എന്ന് പറയുന്ന മുതവക്കിലിന്റെ മന്ത്രി. അവരെയൊക്കെ സേവിച്ചുകൊണ്ട് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഹത്താ ഖുതില അലാ മഷ്ഹദി മിൻഹു. അവർ രണ്ടുപേരും മരണപ്പെടുന്നത് വരെ. ഫമദഹഹും ഹത്താ മാത. മരണം വരെ അവരെ എന്താക്കി? പ്രശംസിക്കുകയും ചെയ്തു. സന 284. സിഫത്തുഹു വ അഖ്ലാഖുഹു. അവരുടെ വിശേഷണങ്ങളും അവരുടെ സ്വഭാവവും. വകാന മിൻ ഔസഖി ഖൽഖില്ലാഹി സൗബൻ. വളരെ മോശമായ ഒരു മലിനമായ വസ്ത്രങ്ങൾ ധരിക്കുന്ന വ്യക്തി. വ അബ്ഖലഹും അലാ നഫ്സിഹി വഗൈറഹു ഫി ഇൻഫാഖിൽ മാൽ. സമ്പത്ത് ചെലവഴിക്കുന്നതിൽ അദ്ദേഹം ബഖീലായിരുന്നു. ബഖീൽ എന്ന് പറഞ്ഞാൽ മൈസറായിരുന്നു.
വക്കാന മിൻ അബ്ഗളിൻ നാസി ഇൻഷാദൻ. പാട്ട് പാടുന്നതിൽ അദ്ദേഹം വല്ലാതെ സ്വരമാധുര്യമുള്ള ആളായിരുന്നില്ല. അബ്ഗളുൻ നാസ് ആയിരുന്നു. വക്കാന യതസാവർ ഫി മശിയതിഹി വയഹുസ്സു റഅസഹു മറത്തൻ വമൻകിബൈഹി ഉഖറ. അദ്ദേഹം അദ്ദേഹത്തിന്റെ നടത്തത്തിൽ ഒരു സൈഡ് ചെരിഞ്ഞുകൊണ്ടാണ്. സാവറ എന്ന് പറഞ്ഞാൽ ടേൺ എ സൈഡ് എന്നാണ്. ഒരു സൈഡ് ചെരിഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം നടക്കുക. വയഹുസ്സു റഅസഹു, അദ്ദേഹത്തിന്റെ തല കുലുക്കുമായിരുന്നു. വമൻകിബൈഹി, ചുമലൊക്കെ കുലുക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം നടക്കുക. അങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം. വക്കാന മുൻസിഫൻ ഫി ഹയാത്തിഹി, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നീതിമാനായിരുന്നു. വഹുവ യഅ്തരിഫ് ഖുദ്റതഹു വലാ യദ്ദഇ മാ ലൈസ ലഹു, അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു കഴിവ് അദ്ദേഹം വാദിക്കുകയോ ഉള്ള കഴിവിനെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. വഖാല ബഅദുൻ നാസ്, ചില ജനങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അൻത അശ്അർ മിൻ അബി തമാം, ഒരിക്കൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, താങ്കൾ അബൂ തമാമിനേക്കാളും വലിയ കവിയാണ്. ഫഖാല, അദ്ദേഹം ആ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാ യൻഫഅനി ഹാദൽ ഖൗൽ, ഈ വാക്ക് എനിക്കൊരു ഉപകാരവും ചെയ്യില്ല. വലാ യളുറു അബാ തമാം, ഇത് പറഞ്ഞുകൊണ്ട് അബൂ തമാമിനൊന്നും നഷ്ടപ്പെടുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യില്ല. വല്ലാഹി മാ അക്കൽതുൽ ഖുബ്സ, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇല്ലാ ബിഹി, അദ്ദേഹത്തെ കൊണ്ടാണ്. അഥവാ അബൂ തമാം ചെയ്തു തന്ന സുഹൃതങ്ങൾ കാരണത്താലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതും കഞ്ഞി കുടിച്ചു പോകുന്നതും. അതുകൊണ്ട് എന്നെ പ്രശംസിക്കുകയും അദ്ദേഹത്തെ താഴ്ത്തുകയും ചെയ്താൽ എനിക്കത് ഉപകാരമോ അബൂ തമാമിന്റെ സ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുകയോ ചെയ്യില്ല. വല്ലാഹി അന താബിഉൻ ലഹു, ഞാൻ, അള്ളാഹുവാണ് സത്യം, ഞാൻ അദ്ദേഹത്തെ പിൻപറ്റി ജീവിക്കുന്ന ആളാണ് എന്ന് ഒരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം, ചില ജനങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും എന്ന് പറയാറുണ്ട്. അതുപോലെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താക്കിയതാണ്, ഈ രൂപത്തിലാണ് അതിന് മറുപടി നൽകിയിട്ടുള്ളത്. ചെറിയൊരു ബ്രേക്ക് വന്നതുകൊണ്ട് തന്നെ ആ സ്ലൈഡ് ഒന്നുകൂടെ നെക്സ്റ്റ് സ്ലൈഡായിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഷെറഹു, ബുഹ്തരിയുടെ ചാപ്റ്ററിലാണ്. ബുഹ്തരിയുടെ ഷെറിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഫോളോ ചെയ്യുന്നത്. തറസമൽ ബുഹ്തരി ഖുത്വ അബി തമാം ഫി ഷെർ, കവിതയിൽ അബൂ തമാം സ്വീകരിച്ച വഴിയെ തന്നെ ബുഹ്തരിയും സഞ്ചരിച്ചു. വമശ അല അസ്രിഹി, ആ രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം സഞ്ചരിക്കുകയും ആ ഒരു ചവിട്ടടി തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ മുഴുവനും അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തത്. വസബീലഹു ഫിൽ ബദിഅ, ബദിഇന്റെ കാര്യത്തിൽ അഥവാ സാഹിത്യത്തിന്റെ കാര്യത്തിൽ അതേ വഴി തന്നെയാണ് അദ്ദേഹം, അബൂ തമാം എങ്ങനെയാണോ സഞ്ചരിച്ചത് അതേപോലെ തന്നെ ബുഹ്തരിയും സഞ്ചരിച്ചു. വസ്തമദ്ദ മആനിഹി മിൻ വഹിൽ ഖയാൽ, ഭാവനയിൽ നിന്നും അദ്ദേഹം ആശയങ്ങളെ വരച്ചിട്ടു. വജമാലി ത്വബീഅ, പ്രകൃതി ഭംഗിയിൽ നിന്നും. ലാ മിൻ ഖലായിൽ ഇൽമി വൽ മന്തിഖ്, മന്തിഖിൽ നിന്നും ഇൽമിൽ നിന്നും അതിൽ നിന്നല്ല, മറിച്ച് അദ്ദേഹത്തിന് സ്വതസിദ്ധമായിട്ടുണ്ടായിരുന്ന ഭാവനയെ തന്നെയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്. വഅആദ ലിശ്ശിഅർ, കവിതക്ക് അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു മാ ദാഅഹു മിൻ ബഹ്ജതിഹി, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് നഷ്ടപ്പെട്ടു പോയ ശോഭയെ, ബഹ്ജത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശം, ശോഭ, ആ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെയൊക്കെ കവിതക്ക് അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു. വറൗഅതിഹി, അതിൻ്റെ ഭംഗിയെയും. വഖാലൽ മുത്തനബി, ഒരിക്കലും മുത്തനബി അദ്ദേഹത്തെ കുറിച്ച് പറയുണ്ടായി, അന വ അബൂ തമാം ഹക്കീമാൻ, ഞാനും അബൂ തമാമും ഹക്കീമുകളാണ്, തത്വങ്ങൾ പറയുന്ന ആളുകളാണ്. വശാഇർ അൽ ബുഹ്തരി, ബുഹ്തരിയാണ് കവി എന്ന് ഒരിക്കൽ മുത്തനബി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇംതാസ ശിഅറഹു മിൻ ഉസ്താദിഹി വ മുദർരിബിഹി ഫിൽ ജസാല വൽ അദൂബ വൽ ഫസാഹ, ഫസാഹത്തിന്റെ കാര്യത്തിൽ, ജസാലത്തിന്റെ കാര്യത്തിൽ, അദൂബത്തിന്റെ ഒക്കെ കാര്യത്തിൽ തൻ്റെ ഗുരു എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതയും പ്രത്യേകമായിട്ട് മാറുന്നത്. വനഹജ മുആസിറുഹു, അദ്ദേഹത്തിന്റെ സമകാലികർക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്തു ഒരു വഴി തന്നെ. വമൻ ജാഅ ബഅദഹു ഇലാ ത്വരീഖിഹി ഫി ശഅർ, തൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു വഴി അദ്ദേഹം വെട്ടിത്തെളിച്ചു കൊടുത്തു. വഉരിഫത്ത് ബി ത്വരീഖത്തി അഹ്ലിശ്ശാം, ആ ഒരു വഴിയെ അഹ്ലുശ്ശാമിന്റെ വഴി എന്നാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്.
വഖദ് തസറഫ ജമീഅ അഗ്റാദ് അശ്ശിഅർ ഇല്ലൽ ഹിജാ. ഹിജാ എന്ന് പറയുന്ന ഗറദല്ലാത്ത ബാക്കി എല്ലാ ഗറദുകളെയും അദ്ദേഹം തന്റെ കവിതയിൽ കൈകാര്യം ചെയ്തിരുന്നു. തസറഫ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യാം. وشعره يمتاز بإجادته في وصف القصور الفخمة والأبنية العجيبة كوصف إيوان كسرى وبركة المتوكل وقصر المعتز. അതായത് വഷേറഹു അദ്ദേഹത്തിന്റെ കവിത യംതാസു വ്യത്യസ്തമാകുന്നത് ബി ഇജാദത്തിഹി ഫി വസ്ഫിൽ ഖുസൂറിൽ അൽ ഫഖ്മ വളരെ അമ്പരചുംബിയായ കൊട്ടാരങ്ങൾ വിശേഷിപ്പിക്കുന്നതിലും വൽ അബിനിയത്തുൽ അജീബ് അത്ഭുതകരമായ നിർമ്മാണങ്ങളെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നതിലൊക്കെ ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കവസ്ഫി ഈവാൻ കിസ്ര കൊട്ടാരം വസ്ഫ് ചെയ്തതുപോലെ വബിർക്കത്ത് അൽ മുത്തവക്കിൽ രാജാവിന്റെ കൊട്ടാരം വഖസർ അൽ മുഅ്തസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വകാന റഖീഖുൽ ഖൽബ് വവഫിയൻ വദാകിറൻ ഖവിയൻ ലഹു ഖുദ്റത്തുൽ ലിൽ ഹിഫ്ള് ഇന്നഹു കാന യഹ്ഫിളു മാ യഫ്ഹം വലാ യഫ്ഹം. മനസ്സിലായതും മനസ്സിലാകാത്തതൊക്കെ അദ്ദേഹം ബൈഹാർട്ട് ചെയ്യുമായിരുന്നു. വഖാല ഷേർ ലി 11 സന 11 വർഷത്തോളം അദ്ദേഹം കവിത രചിച്ചു. വലം യംനഉഹു ഹാലത്തു ബസ്രിഹി അദ്ദേഹത്തിന്റെ കാഴ്ചയില്ലാന്ന് നമ്മൾ പറഞ്ഞു. അത് അദ്ദേഹത്തിന് തടസ്സമായില്ല. മിൻ ഇജാദത്തി തശ്ബീഹ് ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നതായി. നമ്മൾ കവിതയിലെ തശ്ബീഹ് എന്നത് പഠിച്ചതാണ്. അത് കാഴ്ചയുള്ള ആളുകൾ എങ്ങനെയാണോ തശ്ബീഹ് ചെയ്യുന്നത് അതുപോലെ ഇദ്ദേഹം ചെയ്യുമായിരുന്നു. വ മുഷാറക്കത്തൽ മുബ്സിരീന ഫി അൽആബിഹിം കാഴ്ചയുള്ള ആളുകൾ കളിക്കുന്ന സമയത്ത് അവരുടെ ലഅബിൽ അദ്ദേഹവും പങ്കെടുക്കുമായിരുന്നു. ഫഖദ് കാന യൽഅബ് അൻ-നർദ് വശത്റഞ്ച് ചെസ് അതേപോലെ ചതുരംഗ പോലെയുള്ള കളികളിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. വയദ്ഖുൽ കുല്ല ബാബിൻ മിൻ അബ്വാബി അൽ ഹസൽ വൽ ജിദ് അദ്ദേഹം ഹസലിന്റെയും അഥവാ എല്ലാവിധ ആസ്വാദനങ്ങളുടെയും സുഖങ്ങളുടെയും സന്തോഷത്തിന്റെയും ഒക്കെ എല്ലാ വാതിലുകളും അദ്ദേഹം തുറക്കുമായിരുന്നു. അഥവാ അതിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. വഖദ് ഇഖ്തലഫ അന്നാസ് ഫി അഖീദത്തി അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ജനങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഫമിൻഹും മൻ ഖാല ഇന്നഹു മുലഹിദ് അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. യറാ റഅയൽ ബറാഹിമ വയുഖാൽ ഇന്ന ശഅറഹു കകലാമി സൂഫിയ ലഹു ബാത്തിനും വലാഹിർ അദ്ദേഹത്തിന്റെ കവിതയെക്കുറിച്ച് പറയുന്നത് സൂഫികളുടെ സംസാരം പോലെയാണ്. ലഹു ബാത്തിനും ഉള്ളുമുണ്ട് വലാഹിറുൻ അതിന് പുറവുണ്ട്. അങ്ങനെ ഒരു സൂഫിസ്റ്റിക് പോയറ്റ്സിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്നും ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കവിത ഷെയറുഹു യങ്കസിം ഷെയർ അബിൽ അല ഇല ഖിസ്മൈൻ രണ്ട് വിഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കവിതയെ നമുക്ക് ഭാഗിക്കാം. ഒന്ന് ഷെയറു ഷബാബ് അദ്ദേഹം യുവത്വമായിരിക്കെ പാടിയ കവിതകൾ. വയജ്മഉഹു സിഖ്തു സിന്ദ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ദീവാനിലാണ് അദ്ദേഹം അതിനെ സ്വരുക്കൂട്ടിയത്. അപ്പോൾ സിഖ്തു സിന്ദില് അബുൽ മഅരിയുടെ ഷെയറു ഷബാബ് ആണ് എന്ന് നമുക്ക് പറയാം. ഫീഹിൽ മുബാലഗ എല്ലാത്തിനെയും അങ്ങേയറ്റത്ത സാദൃശ്യപ്പെടുത്തലും മുബാലഗത്തും നടത്തിയിരുന്നു. എന്നാൽ വശിയറുൽ കുഹൂല അദ്ദേഹം വാർദ്ധക്യമായ സമയത്തുള്ള കവിതകൾ യജ്മഉഹു ഫിൽ ലുസൂമിയാത്ത് എന്ന് പറയുന്ന തൻ്റെ ഗ്രന്ഥത്തിലാണ് അദ്ദേഹം അതിനെ സ്വരുക്കൂട്ടിയത്. വഫീഹി ഖലീലുൽ മുബാലഗ നേരത്തെ നല്ല മുബാലഗ ഉണ്ടെങ്കിൽ ഇതിൽ മുബാലഗ കുറവായിരുന്നു. ഇസ്തഅമല കസീറുൻ മിനൽ അൽഫാദിൽ ഗരീബ വളരെ അപൂർവമായിട്ടുള്ള വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു. വഫി ഷേരിഹി മിൻ ഇസ്തിലാഹാത്തിൽ ഉലൂം വൈജ്ഞാനിക ടേംസുകളൊക്കെ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. വഖാല ഷെയർ ഫി അക്സരി അഗ്റാദ് ഷെയറിന്റെ മിക്ക ഗറലുകളിലും അദ്ദേഹം കവിതകൾ രചിച്ചിട്ടുണ്ട്. വഖദ് ഇബ്തദാ ഫി ഷെയരിഹി മുനാജാത്തുൽ ഹയവാൻ മൃഗങ്ങളുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം നമുക്ക് അദ്ദേഹത്തിന്റെ കവിതയിൽ പുതുതായിട്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന് മുഹാവിറത്ത് ദീഖ് വൽ ഹമാമ പ്രാവിനോടും കോഴിയോടൊക്കെ അദ്ദേഹം അഭിസംബോധനം ചെയ്യും. അങ്ങനെയുള്ള ദീക്കിന്റെയും ഹമാമയുടെയും പ്രാവിന്റെയും കോഴിയുടെയും മുഹാവിറത്ത് അഥവാ അതിന്റെ സംഭാഷണങ്ങൾ. മുനാദറത്തു ദിഅ്ബ് വശാത്ത് ചെന്നായും ആടും തമ്മിലുള്ള പോരാട്ടം ഇതൊക്കെ മൃഗങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കവിതയിൽ ഒരു ഇതിവൃത്തമായിട്ട് വരാറുണ്ട്. വഹുവ അഹ്കമുന്നാസ് ബഅദ അബി ത്വയ്യിബ്
മുത്തനബിക്ക് ശേഷമുള്ള ഏറ്റവും ഹക്കീമാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നു. വയഖ്തസു ബിഖയാലിഹി അദ്ദഖീഖ്, സൂക്ഷ്മമായ ഭാവന കൊണ്ട് ഒരു പ്രത്യേകതയുള്ള ആളാണ് അദ്ദേഹം. വതസ്രീഫിൽ ഖൗൽ ഫിൽ ഫൽസഫ വൽ ഇജ്തിമാ വഅഖ്ലാഖിൽ ബശർ വഅൻളിമത്തിൽ ഹുകൂമാത്ത് വൽ ഖവാനീൻ വൽ അദിയാൻ, ദീനിൻ്റെയും നിയമത്തിൻ്റെയും ഗവൺമെൻറ് സംഘടനകളുടെയും അതേപോലെ മനുഷ്യൻ്റെ സ്വഭാവം, സാമൂഹിക അവസ്ഥ, ഫൽസഫ, അതൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. വഹുവ വാഹിദ് ഷ്വറാ ഫി ഹാദ സബീൽ, ഈ മാർഗത്തിലെ ഒരു കവിയായിരുന്നു അദ്ദേഹം എന്നും പറയപ്പെടുന്നു. അദ്ദേഹം കവി മാത്രമല്ല, ഒരു കാത്തിബും കൂടെ ആയിരുന്നു. നസ്ർ അദ്ദേഹത്തിനുണ്ട്. നസ്റു അബിൽ അലാ കശഅരിഹി, കവിത പോലെ തന്നെ നസ്റും അദ്ദേഹം കൈകാര്യം ചെയ്തു. യഖ്തലിഫു ഫി കുഹൂലത്തിഹി അൻഹു ഫി ഷബീബത്തിഹി, യുവത്വകാലത്ത് ഉണ്ടായിരുന്നത് പോലെയല്ല വാർദ്ധക്യമായ സമയത്ത് ഉണ്ടായിരുന്നത്, തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഫഖദ് കാന കസീറുൽ മുബാലഗത്ത് ഷബാബിൽ കൂടുതലായിരുന്നു. കസീറുൽ ഇസ്തിലാഹാത്തുൽ ഇൽമിയ, വൈജ്ഞാനിക ടേമുകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. സുമ യദ്ഖുൽ ഇലാ ഫൽസഫത്തിഹി, പിന്നീട് അദ്ദേഹം ഫിലോസഫിക്കലിലേക്ക്, അത്തരം ആശയങ്ങൾ പറയുന്നതിലേക്ക് അദ്ദേഹം പ്രവേശിക്കും. വഫാലത്ത് അൽ ജുമൽ ബിൽ മആനി, ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജുംലകൾ, സെന്റൻസുകൾ. വഫി റിസാലത്തിഹി ഇലാ അസ്ദിഖാഇഹി ഗരീബുൽ മസായിൽ കസീറുൽ ഫവായിദ്, അദ്ദേഹം എഴുതിയ തൻ്റെ സുഹൃത്തുക്കളിലേക്ക് അയച്ച കത്തുകളിൽ അപൂർവമായ വിഷയങ്ങളും ഒരുപാട് ഉപകാരമുള്ള ഫായിദയുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അക്സർ മുഅല്ലഫാത്തിഹി ളാഅത്ത് ബഅദ ഹുറൂബ് സലീബിയ, കുരിശ് യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മിക്ക ഗ്രന്ഥങ്ങളും നഷ്ടപ്പെട്ടു പോയി. ളാഅത്ത് ബഅദ ഹുറൂബ് അസ്സലീബിയ. ബഖിയ മിൻഹ, അതിൽ നിന്നും അവശേഷിക്കുന്നത് 1 സിഖ്തുൽ സിന്ദാണ്, 2 അൽ ലുസൂമിയാത്ത്, അദ്ദർഇയാത്ത്, അൽ ഫുസൂൽ വൽ ഗായാത്ത്, ദീവാൻ റസായിലിഹി, തൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ച കത്തുകളാണ് ദീവാൻ റസായിലിഹി. മറ്റൊന്ന് റിസാലത്തുൽ മലായിക്ക വ റിസാലത്തുൽ ഗുഫ്രാൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എടുത്ത് ഇവിടെ പറഞ്ഞത്. വഹിയ ഷബീഹുൽ ഫിർദൗസ് അൽ മഫ്ഖൂദ് ലി മിൽട്ടൺ, മിൽട്ടന്റെ അതേ രചനയാണ്, അതിനോട് സാദൃശ്യപ്പെടുന്ന ഒരു രചനയാണ്. ലിഅന്നഹു തുഖയ്യല റജുലൻ സഇദ ഇല സമാ, അതിലെ അദ്ദേഹം ഒരു മനുഷ്യൻ ആകാശത്തേക്ക് കയറുന്നത് അദ്ദേഹം ഭാവനയിലൂടെ പറയുന്നുണ്ട്. വവസഫ മാ ഷാഹദഹു ഹുനാക, എന്നിട്ട് ആകാശത്തിൽ കണ്ട കാഴ്ചകളൊക്കെ ഇവിടെയും വിശേഷിപ്പിക്കുന്നതാണ്. മിൽട്ടന്റെ അതേ ഒരു രൂപമാണ്. മിൽട്ടന്റെ ഷബീഹ് അൽ ഫിർദൗസ് അൽ മഫ്ഖൂദ്, നഷ്ടപ്പെട്ടു പോയ സ്വർഗം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിനോട് സാമ്യതയുള്ളതായിട്ട് പറയപ്പെടുന്നു. റിസാലത്തുൽ മലായിക്ക വ റിസാലത്തുൽ ഗുഫ്രാൻ. വന്തഖദ ഫീഹ ശുഅറാ വറുവാത്ത് വന്നുഹാത്ത് ബിഉസ്ലൂബിൻ ബദീഇൻ, അദ്ദേഹം അതിൽ ചില കവികളെയും ചില റാവിമാരെയും ചില നുഹാത്തുകളെയും ഗ്രാമർ പണ്ഡിതന്മാരെയൊക്കെ അദ്ദേഹം ബദീഇയായ സാഹിത്യ രൂപത്തിൽ തന്നെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്, നിരൂപണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അബുൽ അല അൽ മഅരിയുടേതായിട്ടുള്ളത്. അപ്പോൾ വിശാലമായിട്ട് തന്നെ നമുക്ക് അബ്ബാസി കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട്. പ്രധാനമായും 7 വ്യക്തികളെ കുറിച്ച്, അവരുടെ സ്വഭാവം, അവരുടെ ജീവിതം, അവരുടെ കവിത, അവരുടെ നസ്ർ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടെ പറഞ്ഞു പോയത്. ഇവിടെ മറ്റൊന്ന് നിങ്ങളോട് ക്ഷമാപണം നടത്തുന്നത്, ഇതൊരു പവർ പോയിന്റ് ആയിട്ട് ചുരുക്കി അവതരിപ്പിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ മെറ്റീരിയൽ അത് പവർ പോയിന്റിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഇവിടെ ക്ലാസ്സുകൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കുക. നല്ലൊരു വിജയം ആശംസിക്കുന്നു. ശുക്രൻ ജസീലൻ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമുക്ക് അവസാനത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. അതുവരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.